പിന്നെ കളറ് ടൈഗറിന്റെ പിസ്ത മിക്സ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എസൻസ് വേറെ കിട്ടുവാണെങ്കിൽ ലീഫ് ഗ്രീൻ ചേർത്താലും മതി. ഞാനിപ്പം പിസ്തയുടെ മിക്സാ ചേർക്കണത്. ക്രീമിലാണെങ്കിൽ ഒന്ന് ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം അത്. അപ്പൊ ഒരു അതിന്റെ ഒരു ഫ്ലേവറും കൂടെ അതിനകത്ത് വരും, ക്രീമിലും വരും. പിന്നെ കുറച്ച് ലെയറിൽ കൊടുക്കാൻ 1:1 റേഷ്യോയിൽ ഞാൻ നേരത്തെ ചെയ്തു വെച്ച ഒരു പിസ്തയുടെ ഗനാഷ് ബാക്കി ഇട്ടുണ്ട്. ആ 1:1 റേഷ്യോയിലാണ് അത്. ക്രീമും പിസ്ത മിക്സും ചോക്ലേറ്റും കൂടെ ചേർത്ത് നമ്മൾ 1:1 റേഷ്യോയിൽ ഗനാഷ് ഉണ്ടാക്കണം. ആ ഗനാഷ് കുറച്ച് ഇരിപ്പുണ്ട്. ബാലൻസ് ഇരിക്കുന്നത് നിങ്ങൾ ടൈറ്റ് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് പൈപ്പിംഗ് ബാഗിൽ തന്നെ വെച്ചിട്ട് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്കത് പിന്നെ ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം. പിന്നെ നമ്മളിന്ന് ന്യൂട്രാജൽ ഗ്ലേസ് ഇത് കളർ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കൂടെ ഒഴിച്ചു വിടാറുണ്ട് കേട്ടോ. ഉച്ചത്തില് പറയോ? ഹലോ, കുറച്ചുകൂടെ ഒന്ന് സൗണ്ട് ക്ലിയർ കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു ക്ലാരിറ്റി ഇല്ല. ഒരുപാട് ദൂരെ നിന്ന് സംസാരിക്കുന്ന ഫീലിങ്സാ. ഒറ്റ മിനിറ്റ്. ഇപ്പൊ കേക്കുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഓക്കെയാ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് പിസ്തയുടെ ഫ്രോസ്റ്റിംഗ് ആണ്. പിസ്തയുടെ കേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഗ്ലേസ് വെച്ചിട്ട് നമ്മൾ അത് കവർ ചെയ്തെടുക്കാം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഇത്, ഗ്ലേസ് വെച്ചിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ. പിന്നെ നമ്മൾ ക്രീം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മള് മുകളില് ഗ്രീൻ കളർ കൊടുക്കണ്ടെങ്കിൽ കഴിയണതും ക്രീമും ഗ്രീൻ ആക്കാൻ നോക്കുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ വൈറ്റ് അതങ്ങ് എടുത്ത് കാണിക്കും. വൈറ്റ് കളർ ഉണ്ടല്ലോ, അതങ്ങ് വെളിയിലേക്ക് അതങ്ങ് വൈറ്റ് കളർ എടുത്ത് കാണിക്കും. അപ്പൊ ആ ഗ്രീനിന്റെ ആ ഒരു ക്ലിയർ ആയിട്ട് ഒരു ഗ്രീൻ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഞാനിവിടെ വൈറ്റ് കുറച്ച് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്രീമില് ഒരു കുറച്ച് പോർഷനിലേക്ക് ഞാൻ ഇത്തിരി ഈ പിസ്ത മിക്സ് ഉണ്ടല്ലോ ടൈഗറിന്റെ, ആ പിസ്ത മിക്സ് ആണ് കൊടുക്കുന്നത്. ഇതിൽ എന്താന്ന് വെച്ചാൽ ഇതില് ഫ്ലേവറും ഉണ്ട് കളറും ഉണ്ട്. അപ്പൊ നമ്മൾ ഇല്ലെങ്കിൽ ഈ ടൈഗറിന്റെ ഇല്ലെങ്കിൽ നമ്മൾ പിസ്തയുടെ എസൻസ് കൊടുത്തിട്ട് ലീഫ് ഗ്രീൻ കൊടുത്താൽ മതി. ഈ ലീഫ് ഗ്രീൻ കൊടുത്ത് പിസ്തയുടെ എസൻസും കൊടുത്താൽ മതി. ഇത് ഇല്ലാത്ത സമയത്ത് പിന്നെ നമ്മൾ ലെയറിൽ കൊടുക്കാൻ പിസ്തയാണ് എടുക്കേണ്ടത്. പക്ഷെ എനിക്ക് പിസ്തയുടെ ഓർഡർ ഇല്ലാത്ത കാരണം പിസ്ത കളയാൻ പറ്റാത്തതുകൊണ്ട് ബദാമാണ് എടുത്തിരിക്കുന്നത്. ബദാമും കാഷ്യും പൊടിച്ചതും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും ആണ് എടുത്തിരിക്കുന്നത്. പിസ്തക്ക് പിസ്ത തന്നെ ഇടണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലെയറിങ് തുടങ്ങാം അല്ലെ? അപ്പൊ ഇങ്ങനെ വൈറ്റ് സ്പോഞ്ച് ഒക്കെ ചെയ്യുമ്പോ എല്ലാവരും കഴിയുന്നതും ഈ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തില്ലെങ്കിലും സെയിം ടേസ്റ്റ് തന്നെ കിട്ടും. പിന്നെ ആ മിൽക്ക് മെയ്ഡിന്റെ ടേസ്റ്റ് അറിയാലോ, നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലാണ്ട് ഉണ്ടാക്കുന്നത് മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ആ ഒരു ഇത് ഇച്ചിരി ഒരു ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവും മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിന്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടാറുണ്ട്. ഇതിപ്പോ അത് ചെയ്തിട്ടില്ല, വെറും ഷുഗർ സിറപ്പ് തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ. മുകളിൽ ചോക്ലേറ്റും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം കുറച്ചിട്ടു സ്പ്രെഡ് ചെയ്യാം. ഇതൊന്ന് സ്റ്റിക്ക് ആയി നിൽക്കാൻ വേണ്ടിട്ട് ഇട്ടു. കട്ടായി പോയായിരുന്നു. ഇതെന്താ യൂസ് ചെയ്യുന്നത്? ഇത് ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പ് ഞാൻ ഇങ്ങനെ ഇതിൽ ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ അല്ലെങ്കിൽ സിലിക്കൺ ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നത്. ഈ ബ്രഷ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇതുകൊണ്ട് ഒഴിക്കുമ്പോ
എനിക്ക് പ്രാക്ടീസ് ആയവർക്ക് കുഴപ്പമില്ല, നിങ്ങൾ പലരും ചെയ്യുന്നുണ്ടെന്ന് അറിയാം. മാം ഇത് യൂസ് ചെയ്യുന്ന ശരിക്കും എന്തിനാ, കുറച്ച് മധുരം ഫീൽ ചെയ്യാനാണോ? ആ മധുരം, പിന്നെ നമ്മുടെ കേക്കിന്റെ മെയിൻ ടേസ്റ്റ് പറഞ്ഞ രീതിയിലാണ്. ഇതിന്റെ മുകളിൽ വെറുതെ ഇത് ഇല്ലാതെ നമ്മൾ ക്രീം ഇട്ട് നോക്കിയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു സ്പോഞ്ചിയും ആ ഒരു വെറ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടണമെങ്കിൽ ഈ ഷുഗർ സിറപ്പ് തന്നെ വേണം. മഞ്ജു ഇത് ഇന്നത്തെ ക്ലാസ്സിൽ അതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് കിട്ടിയില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളാം. കണ്ടിന്യൂ മാഡം. ഇന്നലത്തെ ക്ലാസ് എനിക്ക് ഈ വീഡിയോ നമുക്ക് നാളെ കിട്ടുമ്പോ ബ്രേക്ക് ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കും. അപ്പൊ അതിന് ഡൗട്ടിൽ എഴുതി ഓക്കെ കണ്ടിന്യൂ ഓക്കെ. അല്ലെ സിലിക്കോൺ ബ്രഷ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോ അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട്, ഇത് നമ്മുടെ ഷുഗർ സിറപ്പ് ഞാൻ കുറച്ച് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ഇട്ട് കൊടുക്കാറ്. എന്റെ ഈ ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് എന്ന് പറയുമ്പോൾ സെയിം റേഷ്യോയില് മിൽക്കും ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മിൽക്ക് പൗഡറും കൂടെ ചെയ്തിട്ട് എടുത്താൽ മതി. നല്ലോണം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഒരുവിധം കുറുകണ വരേക്കും ആക്കിയിട്ട് എടുക്കണം. ഒത്തിരി ആവരുത്, അപ്പൊ ഹാർഡ് ഒരുമാതിരി ആയിപ്പോ. അത് വേണ്ട, ഒരു പാകത്തിന് നമുക്കറിയാലോ, ഒരു പരുവത്തിന് അത് എടുക്കാം. ഇത്തിരി മിൽക്ക് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ വേഗം അതൊന്ന് കുറുകി കിട്ടും. പിന്നെ ഇങ്ങനെ തന്നെ ചെയ്തുതരാം. ഇനി ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ. ഷുഗർ സിറപ്പും ഇതും കൂടെ മിക്സ് ചെയ്തു. ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാരങ്ങ വെള്ളത്തിന്റെ ഒരു ടേസ്റ്റ്. നമ്മുടെ പച്ചവെള്ളത്തിൽ നല്ലോണം തിളപ്പിച്ച വെള്ളത്തിൽ നല്ലോണം തിളപ്പിക്കുക, വെള്ളം നല്ലോണം തിളപ്പിക്കുക. ആ തിളപ്പിക്കുമ്പോ ഒരു 5-6 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിന് ആറി കഴിഞ്ഞിട്ട് എത്ര ഗ്ലാസ് ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ എത്ര ഗ്ലാസ് വെള്ളത്തിലാണ് 2-3 സ്പൂൺ പഞ്ചസാര ഇടേണ്ടത്? അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു 2 കപ്പ് വെള്ളം, ഒരു എന്താ പറയാ നമ്മുടെ മെഷറിംഗ് കപ്പില്ലേ, അത് ഓക്കെ അല്ല വേണ്ട, നമ്മൾ ചായ എടുക്കേണ്ട കപ്പ് ഉണ്ടല്ലോ, ആ കപ്പിൽ ഒരു 2 കപ്പ് എടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ഇച്ചിരി നല്ലോണം മധുരം വരാൻ പാകത്തിന്, കുത്തണ മധുരം പാടില്ല, ഒരു പാകത്തിന് മധുരത്തില് ഒരു മധുരം, ആ ഒരു മധുരം സ്പ്രെഡ് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഒരു ബോട്ടിലിലാക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 4-5 ദിവസം കേടുകൂടാണ്ടിരിക്കും. ഞാനിപ്പോ അങ്ങനെ എടുത്തു വെക്കണേ, കാരണം പെട്ടെന്ന് നമ്മൾക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുത്താൽ മതി. തണുത്ത ഷുഗർ സിറപ്പ് അല്ലേ. പക്ഷെ 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങുമ്പോൾ എടുത്ത് കളഞ്ഞേക്കാം. ഞാൻ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമാണിത്. അതിന്ന് കുറച്ചെടുത്തിട്ട് പിസ്താച്ചിയോ കേക്കാണിത്. നമ്മുടെ സാധാരണ വൈറ്റ് സ്പോഞ്ചിലേക്ക് കുറച്ചൊരു 2-3 ഡ്രോപ്സ് പിസ്തയുടെ മിക്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സാറ്റർഡേയിലെ ക്ലാസ്സിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പിസ്തയുടെ മിക്സും ഈ ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട്, സ്പോഞ്ചിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ആ സ്പോഞ്ചിന് ആ ഒരു ഫ്ലേവർ ഉണ്ട്, പിസ്തയുടെ ഒരു ഫ്ലേവർ, ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഒരു കളറും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ലെയറിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ പിസ്ത പൊടിച്ചിടുകയൊക്കെ ചെയ്യാം. അപ്പൊ നല്ല റേറ്റ് വാങ്ങണമെന്ന് മാത്രം. ഇതിപ്പോ ഒരു 600-നൊക്കെ കൊടുക്കുവാണെങ്കിൽ, ഞാനിപ്പോ 600-നെ കൊടുക്കുക. അപ്പൊ ലെയറിൽ പിസ്ത ഒന്നും പൊടിച്ചിടാറില്ല. അപ്പൊ ഒരു 800-900 ഒക്കെ ആണെങ്കിൽ നമ്മൾ കേക്ക് ഇത് ചെയ്യുമ്പോ കുറച്ച് പിസ്ത കൂടെ പൊടിച്ചിട്ട് കൊടുത്താ അപ്പൊ നമ്മൾ പക്ഷെ റേറ്റ് കൂടുതൽ വാങ്ങി വെക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു 2 ഡ്രോപ്പ് പിസ്തയുടെ മിക്സ് ആഡ് ചെയ്യണ്ടേ.
ഒന്ന് കളർ വരാൻ വേണ്ടിട്ടാട്ടോ. ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മള് ഓരോ മിനിറ്റ് 5 മിനിറ്റ് ടൈമർ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല വൃത്തിയായി കിട്ടും. ടൈമർ വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ ഓരോ സ്പീഡ് കൂട്ടിയിട്ട് 5 മിനിറ്റ്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ക്രീം സ്റ്റിഫായി കിട്ടും. ലാസ്റ്റ് 5 സ്പീഡിൽ നല്ലോണം ഇട്ടിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോഴേക്കും നല്ല സ്റ്റിഫായിട്ട് ക്രീം കിട്ടിക്കോളും. ലെയറിൽ ക്രീം കൊടുത്തു. ഇനി ഞാനിവിടെ 1:1 റേഷ്യോയിലുള്ള ഗനാഷ് ഉണ്ടാക്കി വെച്ചത് ഇരിപ്പുണ്ട്. അപ്പൊ അതൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഗനാഷ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നമ്മൾ അടുത്ത ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ആ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് വരുമ്പോ പിസ്ത ഒരു കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. വെറുതെ പിസ്ത ഇട്ട് കൊടുക്കണേനേക്കാളും. അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തത്, ഒരുപാട് പൊടിയാവണ്ട, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ഒക്കെ ഒന്ന് കിടന്നോട്ടെ, ഒന്ന് കടിക്കാൻ കിടന്നോട്ടെ. അങ്ങനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത്. ഇപ്പൊ ഇതില് ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ കാണും. ഇത് വേറെ ഞാൻ പൊടിച്ച് വെച്ചിരിക്കണ നട്ടി ബബിളിന് വേണ്ടിയിട്ട് ലെയറിൽ കൊടുക്കാൻ വേണ്ടി പൊടിച്ചു വെച്ചതായിരുന്നു. അതുകൊണ്ടാണ് ഇതില് ചോക്ലേറ്റ് ചിപ്സ് കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഇടാം കേട്ടോ. ഇത് ഡാർക്ക് വേണ്ട. നമുക്ക് നമ്മുടെ ഫസ്റ്റ് കട്ട് ചെയ്ത ലെയർ ഞാൻ ഇതിന്റെ മിഡിലാ വെക്കാറ് കേട്ടോ. ഫസ്റ്റ് കട്ട് ചെയ്ത ലെയർ മിഡിൽ വെക്കും. കാരണം ഈ മുകളിലത്തെ ഒരു പോർഷൻ ഉണ്ട്, അത് താഴെ വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖാവില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ അടുത്ത് ഞാൻ എപ്പോഴും മിഡിലാ വെക്കാറ്. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കും. ഈ ആ മുകളിൽ ഇങ്ങനെ പൊങ്ങി വരില്ലേ, നമ്മൾ കട്ട് ചെയ്ത ഫസ്റ്റ് മുകളിലത്തെ ലെയർ കളയണം. എന്നിട്ട് അത് കഴിഞ്ഞ് മുകളിലത്തെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാട പോലെ ഉണ്ടാവും. അതിനൊന്ന് കളഞ്ഞിട്ട് ആ മുട്ടയുടെ ഒരു ഇത് വന്ന് ഇരിക്കുന്നതാണ്. ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കണോ, കേട്ടവര് ബോറടിക്കുണ്ടാവും. അപ്പം അതൊന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത കേക്ക് ഫസ്റ്റ് ലെയർ ഇങ്ങനെ തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ എന്തെങ്കിലും ഇവിടെ ചെറിയൊരു വളവൊക്കെ ഉണ്ടാവും, ഇത്തിരി ഇങ്ങനെ നിൽക്കണതൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് പൊക്കോളും. അപ്പൊ നമ്മൾ ക്രീം ചെയ്യുമ്പോൾ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡിന്റെ സിറപ്പ്, മിൽക്ക് മെയ്ഡും കണ്ടൻസ്ഡ് മിൽക്കും ഷുഗർ സിറപ്പും കൂടെ മിക്സ് ചെയ്തതൊന്ന് കൊടുത്തു നോക്കാം.
ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട. ഒരുപാട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും. പക്ഷെ ഒട്ടും ഇല്ലെങ്കിൽ കേക്കിന് ടേസ്റ്റേ ഉണ്ടാവില്ല. ഡ്രൈ ആയി കേക്ക് എന്ന് പറയും കസ്റ്റമർ. നമ്മള് ഷുഗർ സിറപ്പ് കുറച്ചോ കയ്യിലുള്ള പിന്നെ അത് കൊടുത്ത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ച അപ്പൊ കസ്റ്റമറുടെ റിപ്ലൈ വരും, കേക്ക് ഡ്രൈ ആയിരുന്നു, ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഡ്രൈ ആയിരുന്നു. എനിക്ക് അങ്ങനെ റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പൊ കഴിയുന്നതും എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു പോകും. ഫസ്റ്റ് ചെയ്ത അതേ പ്രോസസ് റിപ്പീറ്റ് ചെയ്യാം. ഇനി ലാസ്റ്റ് ലെയർ, നമ്മുടെ ബിന്നോട് ചേർന്നിട്ടുള്ള ലെയർ, ബട്ടർ പേപ്പർ മാറ്റിയ ലെയർ എടുക്കുമ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു സൈഡ് ഇത്തിരി പൊങ്ങി നിൽക്കണ പോലെ തോന്നിയോണ്ട് ഞാൻ ചെയ്തതാണ്. സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്തിരി അനീവൻ ആയിട്ട് നിൽക്കണ്ട, അതുകൊണ്ടാണ് ഞാനത് നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇതിൽ നമുക്ക് ഷുഗർ സിറപ്പ് കൊടുക്കണം.
ലെയർ ചെയ്യുമ്പോൾ ഇത്തിരി ഇങ്ങനെ ഒരു വശം ചെരിഞ്ഞ് നിൽക്കണ്ട്. അപ്പൊ നിങ്ങള് കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് കൊടുക്കാനുള്ള കേക്ക് ആണെങ്കിൽ വീട്ടിലേക്കുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തതൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഇത്തിരി ക്രീം ഇട്ടിട്ട് ഇതൊന്ന് പൊക്കി വെക്കുക. അപ്പൊ നല്ല ഷേപ്പ് കിട്ടും. നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഞാനിവിടെ പാലറ്റ് നൈഫ് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യം മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് ഇങ്ങനെ ഒരുപാട് ക്രീം ആഡ് ചെയ്യാണ്ട്, അല്ല ഞാൻ ക്രം കോട്ടിങ്ങിന്റെ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരുപാട് ക്രീം ആഡ് ചെയ്യാണ്ട് കുറച്ച് ക്രീം മാത്രം സ്പ്രെഡ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഈ ക്രംസ് ഒക്കെ എഴുന്നേറ്റ് വരണുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ആയി കിട്ടാൻ വേണ്ടിട്ട് നമുക്കൊന്ന് ക്രം കോട്ടിങ് ചെയ്ത്, ചെറിയ കേക്കിന്റെ പൊടിയൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. അപ്പൊ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ലെയർ ചെയ്ത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത 10-15 മിനിറ്റ് ഒന്ന് തണുത്ത് കിട്ടണ വരേക്കും ഒന്ന് ഫ്രിഡ്ജിൽ വച്ചിട്ട് എടുത്തിട്ട് പിന്നെ ഫുൾ ഐസിങ് ചെയ്താ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഈ വെളിയിൽ ഇങ്ങനെ നിൽക്കുന്ന ക്രീമൊക്കെ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സൈഡൊക്കെ അകത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു ലെവലില് ക്രം കോട്ടിങ് ചെയ്തിട്ട് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പൊ കണ്ടോ ഫുൾ ഇതായിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ ഇരുന്ന് സെറ്റ് ആയതിന് ശേഷം നമ്മൾ ഫുൾ നല്ലോണം ക്രീം കവർ ചെയ്ത് എടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഒന്ന് തണുക്കും, ഇതൊന്ന് തണുത്ത് കിട്ടും. അപ്പൊ ഇതിന്ന് ചെറിയ ചെറിയ പൊടിയൊന്നും എഴുന്നേറ്റ് വരില്ല, വെളിയിലേക്ക് വരില്ല. അതിനാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ കവർ ചെയ്തെടുക്കുമ്പോൾ ചെറിയ പൊടിയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇതിന്റെ കൂടത്തിൽ വരും. അപ്പൊ മുകളിൽ വന്നിങ്ങനെ നിൽക്കും. ഇപ്പൊ ക്രം കോട്ടിങ് മനസ്സിലായില്ല എല്ലാവർക്കും? ഇപ്പൊ ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാനൊന്നും നിൽക്കില്ല, വേഗം എടുക്കുക കേട്ടോ.
പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ഇത് എടുത്തത്. ഞാൻ അതിൽ മുഴുവൻ ക്രീമാണ്. അപ്പൊ അതിന് നേരം ചൂടുവെള്ളത്തിൽ കിടന്നൊന്ന് ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പല ഡിഫറെന്റ് ടൈപ്സിൽ പാലറ്റ് നൈഫ് വാങ്ങാൻ കിട്ടും. ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ അത്യാവശ്യമായിട്ട് വാങ്ങേണ്ട ഒരു സാധനം ടിഷ്യൂ പേപ്പർ ആണ്. ഞാൻ എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് തുടയ്ക്കാറില്ല, നൈഫ് അങ്ങനെ തുടച്ചെടുക്കണില്ല. വെള്ളം ഒരു 2 ഡ്രോപ്പ് ഉള്ളതൊന്നും അങ്ങനെ കുടഞ്ഞു കളഞ്ഞിട്ട് ഇങ്ങനെ വടിച്ചെടുക്കുവാണ് ചെയ്യാറ്. നമുക്ക് ഫോമുള്ള സ്ക്രാപ്പർ യൂസ് ചെയ്യാം. എവിടെയെങ്കിലും ക്രീം കുറവുണ്ടോ എന്ന് നോക്കാം. നമ്മൾ സ്ക്രാപ്പർ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ നമ്മൾ അതിനെ ഉള്ളിലേക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുക്കുന്നത് സ്മൂത്തനിങ് കിട്ടാൻ വേണ്ടിയാണോ? നമ്മുടെ നൈഫ് നോക്കുക, അങ്ങനെ ക്രീമാ. ഈ ക്രീം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇത് പിന്നെ ഇതിലേക്ക് തന്നെ ആക്കുമ്പോൾ ഈ പൊങ്ങി നിൽക്കുന്ന ക്രീമൊക്കെ അവിടെ ഇവിടെ പിടിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ക്രീം ഉണ്ടല്ലോ, ഇതിൽ നിൽക്കുന്ന ഈ ക്രീം ഇവിടെ പിടിക്കും. അങ്ങനെ അതുകൊണ്ടാണ് അതിന് നല്ല, നമ്മളൊന്ന് പൈപ്പിന്റെ അടുത്ത് ഇതുണ്ടെങ്കിൽ വാഷ് ചെയ്യുക, എന്തെങ്കിലും ഇത് ക്ലീൻ ചെയ്യാനായിട്ട് സിങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അത് പിടിക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം ഇങ്ങനെ മുട്ടുന്നുണ്ട്, കേക്കിന് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ചീത്തായി പോവും, അങ്ങനെ പ്രശ്നം? വെള്ളം വെറും വെള്ളമല്ല, ചുടുവെള്ളമാണ്. നല്ല തിളച്ച വെള്ളം ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ വേനൽക്കാലത്താണെങ്കിൽ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ തണുത്ത വെള്ളം ഉപയോഗിക്കാം.
നേരെ ഓപ്പോസിറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ദേശം ആ പാലറ്റ് നൈഫ് ക്ലീൻ ആയിരിക്കണം. ഇതാവുമ്പോ പെട്ടെന്ന് ചുടുവെള്ളത്തിൽ മുക്കുമ്പോ ഉള്ള അതൊക്കെ പെട്ടെന്ന് അരിഞ്ഞു പോകുമായിരുന്നു. അപ്പൊ എളുപ്പമാണ്. ഇത് പ്രാക്ടീസ് ഒരു 3-ാം പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടീസ് ആവും. വേറെ ഒന്നുമില്ല, ചെയ്യൂ. പെട്ടെന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ചെയ്യാൻ തുടങ്ങും. ബേസ് ബോർഡ് ഇത്തിരി വലുത് വാങ്ങണം. ഞാനിപ്പോ എടുത്തേക്കുന്ന ചെറുതാണ്. ഒരു 2 ഇഞ്ച് ഗ്യാപ്പില് ബേസ് ബോർഡ് വെക്കുക. 8 ഇഞ്ചിന്റെ കേക്ക് ആണെങ്കിൽ ഒരു 10 ഇഞ്ചിന്റെ ബോർഡ് വെക്കുക. അപ്പൊ നമുക്ക് സൈഡിൽ ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് സ്ഥലം കിട്ടും. ഇതിപ്പോ ചെറിയ 8 ഇഞ്ചിന്റെ ബേസ് ബോർഡാ. അപ്പൊ ഇത് നമ്മള് ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോ ഈ സൈഡ് നമ്മളിപ്പോ ചെയ്ത് നോക്കുന്നുണ്ട്. 1/2 കിലോ യൂസ് ചെയ്ത് നോക്കിയാൽ മതിയോ കേക്ക് സ്പോഞ്ച് ചെയ്യുക? 1 കിലോന്റെ റെസിപ്പി ഉണ്ടെങ്കിൽ നേരെ പകുതി എല്ലാം പകുതി എടുത്ത് ചെയ്യാം. 1/2 കിലോ ഉണ്ടാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കുക. ഓക്കെ, പ്രത്യേകിച്ച് പറഞ്ഞ അതേപോലെ തന്നെ ചെയ്യാം. കുക്കറിലാണെങ്കിൽ വെച്ചിട്ട് ചെയ്യാം. സൈഡിൽ ഒത്തിരി പൊങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഗ്ലേസ് ഒക്കെ കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒഴുകി എത്തില്ല. അപ്പൊ നമുക്ക് ഇതിപ്പോ ഒരുവിധം ഐസിങ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഓൺ ചെയ്യാമോ? അതെ, മെസ്സേജ് വന്നു. വീഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. ഇതാണ് ന്യൂട്രാജൽ ഗ്ലേസ്. ഇതിന്റെ മുകളിൽ കൂടെ നമ്മൾ ഈ കേക്ക് ഐസിങ് ചെയ്ത കേക്കിന്റെ മുകളില് നമ്മളിപ്പോ ന്യൂട്രാജൽ ഗ്ലേസ് ന്യൂട്രാജൽ ഗ്ലേസ് ആണ്. ഇതിന് കളർ ഒന്നുമില്ല, വെറും പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗ്ലേസ് ആണ് ന്യൂട്രാജൽ ഗ്ലേസ്. ഉണ്ട്, പ്ലെയിൻ ആയിട്ട് ഒന്നുമില്ല, വെറും ഒരു ഇതാണ് ന്യൂട്രാജൽ ഗ്ലേസ് കേട്ടോ. കളർ ഇല്ലാത്തതാണ്. ഇതിൽ പലതും കിട്ടും, കളർ ഉള്ളതും കിട്ടും, വൈറ്റ് കിട്ടും. ഇതിപ്പോ ഇവിടെ ഉള്ളതൊന്നും വൈറ്റ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചു വായിക്കണം. വൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കളർ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. ഇപ്പൊ ന്യൂട്രൽ വാങ്ങിക്കണം എപ്പോഴും നല്ലത്. അപ്പൊ ചിലപ്പോ അത് അവർ തരുമ്പോ മാറ്റി തന്നാലും വെറും ന്യൂട്രൽ പ്ലെയിൻ തന്നെ വേണം. വെറും ന്യൂട്രൽ എന്നുള്ളതുണ്ടാവും. ന്യൂട്രൽ എന്നുള്ളത് വാങ്ങിക്കണം. ഈ ന്യൂട്രാജൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസമാണ് നമ്മൾ ഇരിക്കുന്നത്, കേടാകാതിരിക്കുന്നത്? ന്യൂട്രൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടെയ്നർ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എന്ത് എഴുതിയിരിക്കണോ അതുമാതിരി ഫോളോ ചെയ്യാം. അതിൽ എഴുതിയിട്ട് 1 year ആണ് വാറന്റി. അത് വെളിയിൽ വെക്കാം. 7 months. 7 months ആണ് ഇത്. ഓരോ കമ്പനിനും ഓരോന്നായിരിക്കും. അത് പ്രിസർവേറ്റീവ് എങ്ങനെ ആഡ് ചെയ്യണം അതുപോലെ ആയിരിക്കും. അപ്പൊ ഇത് നമ്മുടെ ന്യൂട്രാജൽ ഈ കമ്പനികൾ റിച്ചിന്റെയാണ്. റിച്ചിന്റെ 7 months ആണ്. അപ്പൊ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. ഇനി എത്ര ഷെൽഫ് ലൈഫ് ഉണ്ടോ ഇല്ലോ എന്ന്. ചിലപ്പോൾ അവർ വാങ്ങിച്ച് പഴയതായിരിക്കും. 1 മാസം ഇനി സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൂടെ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് യൂസ് ചെയ്യുന്നതാണല്ലോ. വാങ്ങിയ ഇനി ഇതുപോലെ 1 ലിറ്ററിന്റെ ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ കുറെ നാളത്തേക്ക് ഉണ്ടാവും. ഞാൻ സ്പോഞ്ച് കേക്കിനൊക്കെ ഇങ്ങനെ ഗ്ലേസ് കൊടുക്കാറുണ്ട്. ഫ്രിഡ്ജിലാണോ സൂക്ഷിക്കേണ്ടത്? എടുത്തു കഴിഞ്ഞാൽ വെളിയിൽ വെച്ചാൽ മതി.
ആരാ ചോദിച്ചത്? ക്ലാര. ഓക്കെ മാഡം, ഇത് ഞങ്ങൾ ഇന്നലെ കാണിച്ചു തന്നല്ലോ. ഇതാണ് ഇങ്ങനെ ബോട്ടിലാക്കി വെക്കാം. അതായത് ഇന്നലെ കാണിച്ചു തന്നില്ലേ, പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ 2-3 കളർ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്ത് എഴുതാം. ഈ പൈപ്പിംഗ് ഇത് തന്നെയാണ്, സോറി, പൈപ്പിംഗ് ജെല്ലോ അല്ലെങ്കിൽ ഇതോ ന്യൂട്രൽ ജെല്ലോ ഒരു കളർ ചേർത്തിട്ട് ഓരോ പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് ഏതെങ്കിലും ഒരു അടച്ച പാത്രത്തിൽ എടുത്ത് വെക്കാം. ഇതിൽ നമുക്ക് വേണ്ട കളർ എടുത്തിട്ട് പേര് എഴുതാൻ ഉപയോഗിക്കാം. അത് വെളിയിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല. അതിനും 7 months കാണും. അങ്ങനെ ഇരുന്ന് എത്ര ദിവസത്തേക്ക് അതിരിക്കാൻ പറ്റുമായിരിക്കും? അല്ല, അത് കുഴപ്പമൊന്നുമില്ല, അത് പെട്ടെന്ന് കേടൊന്നും വരില്ല. 7 months പറഞ്ഞാൽ നമുക്ക് അങ്ങനെ 7 months ഒന്നും കേട് വരില്ല, 2 മാസം എക്സ്ട്രാ ഉപയോഗിക്കാം. അങ്ങനെ പെട്ടെന്ന് കേടുവരുന്ന സാധനം അല്ല അത്. പക്ഷെ നമ്മൾ സേഫ് സൈഡിന് 7 months. ഈ മാനുഫാക്ചറിംഗ് ഡേറ്റിന് 7 months ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ മാനുഫാക്ചറിംഗ് ഡേറ്റ് നോക്കണം. കുറച്ചൊരു മാസം കൂടുതൽ പോയാലും കുഴപ്പമില്ല. അതല്ല ഞാൻ പറഞ്ഞ, ഇപ്പം ഈ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം ഇരിക്കും? അതിരിക്കും, അതിപ്പോ 1 മാസം സുഖമായിരിക്കും. അപ്പൊ ഈ കഴിയും. നമ്മളങ്ങനെ ഒരുപാട് വെക്കില്ല, കുറച്ചല്ലേ വെക്കില്ല. പൈപ്പിംഗ് ബാഗിൽ മാക്സിമം കുറച്ചല്ലേ വെക്കില്ല, അത് കഴിയും. അതിലൊരു ഹാഫ് പോർഷൻ ആക്കി വെച്ചാൽ മതി, ഒരുപാട് നിറച്ചാക്കി വെക്കണം. ഒരു ഹാഫ് പോർഷൻ അല്ലെങ്കിൽ അതിനേക്കാളും എന്തെങ്കിലും ആവശ്യമില്ല, ഒരുപാട് കാലം വെക്കേണ്ട അല്ല. ആവശ്യം. പൈപ്പിംഗ് ബാഗിൽ ഒരുപാട് ആക്കി വെച്ചാൽ നമുക്ക് റൈറ്റിംഗിന് പറ്റില്ലല്ലോ. അങ്ങനെ നല്ലോണം നിറഞ്ഞ് നമുക്ക് എഴുതാൻ കിട്ടൂല. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഇതൊരു 1 kg കേക്കാണ്. അപ്പൊ ഇതിന് ചെയ്യാൻ വേണ്ടിട്ട് ഒരു 200 ml ബൗളാണ്, ഒരു മെഷറിംഗ് കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 200 ml ഇതാണ് വൈറ്റ് ന്യൂട്രൽ ജെൽ തന്നെയാണ് പേര്. ഇത് വൈറ്റ്. ഇത് വാനില. ഇതിലും കളർ ചെയ്താലും വാനില കോൾ ഗ്ലേസ്. ഞാനിപ്പോ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പകരം ഇതിലിപ്പോ നമ്മളിപ്പോ ഗ്രീൻ കളർ ആഡ് ചെയ്യും. ആ ഗ്രീൻ കളർ ആഡ് ചെയ്യുമ്പോൾ വെറും ഗ്രീൻ ആവുമ്പോ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇച്ചിരി ഇത് വാനില കോൾ ഗ്ലേസും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ഇട്ട് അതിൽ വേറൊരു കളറും കൂടെ മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വെറും ഇത് മാത്രമായിട്ട് ഇട്ടാലും അതിലൊരു ആ ഗ്രീനിന്റെ കൂടെ പല പല കളേഴ്സും വന്ന് കിടന്നോളൂ. അപ്പൊ അതിനും ഒരു ഭംഗി ഉണ്ടാവും. അത് ഒഴുകി ഇങ്ങനെ താഴത്തേക്ക് വീഴുമ്പോ പ്രത്യേക ഒരു ഭംഗിയായിട്ട് അതങ്ങനെ കിടന്നോളൂ. കുറച്ച് ഇതാദ്യം ന്യൂട്രാജൽ ഗ്ലേസ് ആണ്. അത് ഒരു 200 ml മെഷറിംഗ് കപ്പ് ഉണ്ട്, അതിലേക്ക് ആക്കി. അല്ല, നിങ്ങൾക്ക് ഇനിയിപ്പോ ഒരു 1/4 കപ്പൊക്കെ മതിയെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ചെടുക്കുക. 1/2 കിലോ കേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചെടുത്താൽ മതിയല്ലോ. ഇതന്നെ ബാക്കി വരും, ഒഴുകി അങ്ങ് എത്തുമ്പോഴത്തേക്കും ബാക്കി വരും. എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ വേണമെങ്കിൽ പല പല കളേഴ്സ് മിക്സ് ചെയ്തിട്ട് 3 ബൗളിലാക്കിയിട്ട് 3 കളർ മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്തു വെക്കാം. അപ്പം ഇത് 100 ml ആണ്, മെഷറിംഗ് കപ്പാണ് കേട്ടോ.
അതിനനുസരിച്ചിട്ട്, അതായത് എത്ര നമ്മൾ എടുക്കണോ അതിന്റെ ഹാഫ് എടുത്താൽ മതി വാട്ടർ. പ്ലെയിൻ വാട്ടർ ആണോ? ആ, പ്ലെയിൻ വാട്ടർ. നന്നായി സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതില്. ഗ്ലേസ് പേര് പോലെ തന്നെ നല്ല ഗ്ലേസിങ് കിട്ടും കേക്കിൽ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഒന്ന് അരിച്ചെടുത്ത ഇത്തിരിയൂടെ നന്നായിട്ടിരിക്കും. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് അരിപ്പേക്കടെ അതങ്ങ് പോന്നോളും. മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ ഒന്ന് എടുത്ത് വെക്കുക. ഞാനിപ്പോ ഒരു അരിപ്പ എടുത്ത് വെച്ച, പക്ഷെ എനിക്കത് ഗലാഷിന് വേണം, അതുകൊണ്ട് ഞാനത് എടുക്കാത്ത. ഒരു ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പിംഗ് ബാഗ് ഇല്ലേ, ആ പൈപ്പിംഗ് ബാഗ് ഒന്ന് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. നമ്മള് ക്രീമൊക്കെ ചെയ്യാൻ വേണ്ടി എടുക്കില്ലേ, അപ്പൊ നമ്മൾ എഴുതുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണേ, എഴുതാൻ എടുക്കണേലും അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ വെക്കുക, ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, ക്ലീൻ ആയിട്ട് അങ്ങ് വീണോളും. അപ്പൊ ഞാൻ ഇത് പൈപ്പിംഗ് ബാഗിന്റെ ആവശ്യമില്ല എനിക്ക് ഇത് ചെയ്യുമ്പോ. കുറച്ച് 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത്. എന്റെ നെറ്റ് കട്ടായി പോയിരുന്നു, എങ്ങനെ മിക്സ് ചെയ്തെന്ന് കാണാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഒന്ന് പറഞ്ഞാൽ മതി, കണ്ടിന്യൂ. വീഡിയോ അയച്ചിടാം, ഒന്നുമില്ല, കുറച്ച് വെള്ളം ഒഴിക്കുക, അത്ര വേറെ ഒന്നുമില്ല. അതിന്റെ ഹാഫ് എത്ര എടുക്കണോ അതിന്റെ ഹാഫ് പോർഷൻ വാട്ടർ ഒഴിച്ച് അതിന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ടോക്ക് പ്രതീഷ്? ഹലോ. അല്ല, ഈ അപ്പൊ ഇതില് വെള്ളം ഒഴിച്ചിട്ട് തിരിച്ച് അത് കേക്കിന്റെ മുകളിൽ വെക്കുമ്പോ കേക്ക് ഹാർഡ് ആവുമൊന്നുമില്ല? ഇതിന്റെ മേലല്ല ഒഴിക്കുന്നത്, നമ്മള് ക്രീമിന്റെ മേലാണ്. ഐസിങ് ഉള്ളത് കൊണ്ട് അത് കേക്കിന് എഫക്ട് ചെയ്യില്ലേ? ഹാർഡ് അത് ആ കേക്കിന്റെ ഉള്ളിലേക്ക് അതൊരു ക്രീമിന്റെ മേലെ ചെയ്യണം. ക്രീമിന്റെ മേലെ ആയതുകൊണ്ട് അത് കേക്കിന് എഫക്ട് ചെയ്യില്ല എന്നാണോ? ഇല്ല ഇല്ല, ആവില്ല. ഓ, ഇതിപ്പോ വൈറ്റ് ന്യൂട്രജൻ അല്ലെങ്കിൽ വാനില ന്യൂട്രജൻ രണ്ടും പറയും. ഇത് വാനിലയുടെ ഹോൾ ഗ്ലേസ് ആണ്. അത് ഞാനൊന്ന് കുറച്ച് നമ്മൾക്ക് അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാൻ വേണ്ടി മാത്രം. കുറച്ച് വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, വൈറ്റ് കളർ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിനെങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ ചെറിയ ചെറിയ കട്ടകൾ കാണും. അപ്പൊ ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. അത് അരിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് വരും. അരിച്ചിട്ട് അങ്ങ് ഒഴിച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് വന്നോളൂ. ഇതിനൊരു ചെറിയ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, മധുരമൊക്കെ ഉണ്ടല്ലോ ന്യൂട്രാജെല്ലിനൊക്കെ. അപ്പൊ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടും അത്. വാനില എടുക്കുമ്പോഴും ഹാഫ് വാട്ടർ ആഡ് ചെയ്താൽ മതിയോ? വാനിലയ്ക്ക് ഞാനിപ്പോ കളർ ആഡ് ചെയ്യില്ല, വൈറ്റ് കളറിന് പകരം യൂസ് ചെയ്യാനാണ്. ഇതിൽ ചെയ്താൽ മതി, ഇതില് കളർ ആഡ് ചെയ്താൽ മതി, കുഴപ്പമില്ല. വെള്ളത്തിന്റെ കാര്യമാണോ ചോദിച്ചത്? അതെ, അതേപോലെ തന്നെ
വാനില എടുത്തപ്പോ ഞാൻ ഇതില് കുറച്ച് പോർഷൻ മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വാനിലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു. 200 ml കംപ്ലീറ്റ് നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ വെള്ളം ഇതിൽ മിക്സ് ചെയ്തപ്പോ കുറച്ച് ഇതിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വാനിലയ്ക്ക് വേണ്ടിയിട്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുമ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസി വേണം. അത്രേ ഉള്ളൂ. അങ്ങനെ ഇന്നത്രന്നില്ല, ലൂസ് ആയിരിക്കണം. ഇത് വൈറ്റ് കളറിന് പകരം യൂസ് ചെയ്യാം. പിന്നെ യെല്ലോ, ഈ ഗ്ലേസിലൊക്കെ കൊടുക്കുമ്പോ വേഗം അങ്ങ് പിടിക്കും കണ്ടോ. പെട്ടെന്ന് നമ്മൾ ക്രീമിൽ കൊടുക്കണ പോലെയല്ല ഗ്ലേസ്. നല്ല കളർ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ അതിൽ കാണുന്നേക്കാളും കൂടുതൽ കളർ ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. നല്ല കളർ ഉണ്ട് ഇതിൽ. വെറും ലീഫ് ഗ്രീൻ കളർ കൊടുത്താലും മതി കേട്ടോ. എനിക്ക് ലീഫ് ഗ്രീൻ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അത് സൂക്ഷിച്ചു വെച്ചേക്കണതാണ്. അതാണ് ഞാൻ ഈ പിസ്തയുടെ മിക്സ് എടുത്തിട്ട് ഒഴിക്കുന്നത്. കേക്ക് നല്ല കളർഫുൾ ആക്കാൻ ഉപയോഗിക്കേണ്ട ബെസ്റ്റ് സാധനം തന്നെയാണ്. ഇത് മാത്രം കൊടുത്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇനി ഇതും ഇതിന്റെ അകത്ത് ഈ വൈറ്റ് കൊടുത്തിട്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല. അപ്പൊ ഒരു കളർ മാത്രം, ഇത് മാത്രമാണെങ്കിൽ ഒരു കളർ മാത്രമായിട്ടിരിക്കും. ഇതും കൂടെ ചേർക്കുമ്പോൾ 2 കളർ ഉണ്ടാവും. ഇതും കൂടെ ചേർക്കുമ്പോൾ ഒരു 3 കളറിന്റെ ഒരു എഫക്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സെന്റർ പോർഷൻ നോക്കി, സെന്റർ പോർഷൻ നമ്മളിപ്പോ ഗ്രീൻ എടുത്തതിന്റെ സെന്റർ പോർഷൻ നോക്കി യെല്ലോ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരിയൂടെ വലിയ ബൗളിൽ എടുത്തോളൂ കേട്ടോ. അതിന്റെയും സെന്ററിൽ നോക്കിയിട്ട് വൈറ്റ് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് ശരിക്കും സോറി വൈറ്റ് കുറച്ചുകൂടി വെള്ളം ചേർത്തണമായിരുന്നു, അതുകൊണ്ട് അത് പൊങ്ങിക്കിടക്കണം. അത് മിക്സ് ആയില്ല കറക്റ്റ്. കുഴപ്പമില്ല. വൈറ്റിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കണമായിരുന്നു. അപ്പൊ ഞാൻ യെല്ലോ സ്പൂൺ അങ്ങനെ അതിനകത്തേക്ക് ഇട്ടു. കളർ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസി ആവുമ്പോ എടുക്കാം കേട്ടോ. മതി, വൈറ്റ് അത്രയും ഒഴിക്കണുള്ളൂ ഞാൻ. ഗ്ലേസിലാണെങ്കിൽ അത്ര കുഴപ്പം തോന്നില്ല. അത് ഇതായതുകൊണ്ടാണ് തോന്നുന്നു, വാനില ഗ്ലേസ് ആയതിന്റെ. നമ്മുടെ ബേസ് ബോർഡിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒരു ട്രേയിലേക്ക് മാറ്റി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് ബോർഡ് മുഴുവൻ സോറി ടേൺ ടേബിളിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒഴിക്കുന്നതാണ് നല്ലത്.
ബേസ് ബോർഡിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അടപ്പ് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ബൗളായാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു സാധനം ഒന്ന് കമത്തി വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ഇങ്ങ് വെക്കുക. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ബോർഡിൽ ആവില്ലേ, താഴേക്ക് ഒഴുകി വരുന്നത് അടിയിൽ പിടിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്തേട്ടോ. നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ചെയ്യുമ്പോ എല്ലാരും നല്ലോണം അരിച്ചെടുക്കുമ്പോ എന്താ വെച്ചാൽ ചെറിയൊരു അരിപ്പ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. ചെറിയ ചെറിയ ബബിൾസ് ഇങ്ങനെ വരും, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് അരിച്ചെടുക്കേണ്ടത്. നല്ലോണം ഗ്രീൻ കളർ കൊടുത്താൽ ഇത്തിരി കൂടെ നല്ല കളറൊക്കെ കിട്ടും. ഇത്രയേ ഉള്ളൂ ഗ്ലേസ്. അപ്പൊ പല പല കളേഴ്സില് അത് ഒഴുകിയെത്തും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചൊഴിച്ചു കഴിഞ്ഞാൽ ആ മിക്സ് ഒന്ന് കറക്റ്റ് ആയിട്ട് കിട്ടും. കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ആദ്യം തന്നെ ഡെക്കറേഷൻ ഒന്നും ചെയ്യരുത്. ഇതിന്റെ മുകളില് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം മാത്രം ഡെക്കറേഷൻ ഒക്കെ ചെയ്യാം. വാനില ശരിക്കും മിക്സ് ആവാത്തതിന്റെ ഇതിൽ കാണാനുണ്ട്. ചെറിയ ചെറിയ ബബിൾസ് ഇതിൽ കിടപ്പുണ്ട്. ഒന്ന് അരിച്ചങ്ങ് ഒഴിച്ചേക്കും കേട്ടോ. കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്? അല്ല, നമ്മളിപ്പോ ഇതിലിപ്പോ എത്ര വരണോ അത്രയും നമ്മളിപ്പോ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്, കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. അല്ല ചെറിയ ഡ്രിപ്പിംഗ് എഫക്ട് ഇങ്ങനെ കുറച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കിടന്നോട്ടെ എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് കഴിഞ്ഞ ഉടനെയാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഫ്രിഡ്ജിലാണോ ഫ്രീസറിലാണോ വെക്കുന്നത്? ഫ്രിഡ്ജ് വെച്ചാൽ മതി. കേക്കൊന്നും ഫ്രീസറിൽ വെക്കരുത്. ഫ്രീസറിൽ വെക്കുന്ന ഒരു കാര്യമില്ല. നമ്മൾ ഈ വിപ്പിംഗ് ക്രീം മാത്രം വാങ്ങിച്ചുകൊണ്ട് ഫ്രീസറിൽ വെക്കുക. അല്ലെങ്കിൽ പിന്നെ ഫ്രീസറിന്റെ ആവശ്യം നമുക്ക് അങ്ങനെ ഇല്ല സാധാരണ കാര്യങ്ങളിൽ. കേക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അകത്ത് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഷുഗർ സിറപ്പ് ഒക്കെ ക്രിസ്റ്റൽ ആയിട്ട് പോകും. വെള്ളം അതിനകത്ത് ഫ്രീസറിൽ വെക്കുമ്പോ അതിലുള്ള വെള്ളം ഉണ്ടല്ലോ ഒരു ക്രിസ്റ്റൽ മാതിരി ആവും. പിന്നെ അത് അങ്ങ് കട്ടയാവും, ഹാർഡാവും, കേക്ക് ഹാർഡായി പോകും. അതുകൊണ്ടാണ് മെയിൻ അത് ചെയ്യരുതെന്ന് പറയുന്നത്. ഏകദേശം കംപ്ലീറ്റ് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഗ്ലേസിന് പകരം നമുക്ക് ബ്രൗൺ കളർ വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ ഒഴിക്കാൻ പറ്റുമോ അതിന്റെ മുകളില്? അത് ഗനാഷ് ചെയ്തിട്ടാ ചെയ്യാ. ചോക്ലേറ്റ് അത് അടുത്ത കേക്കിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഡാർക്ക് കളർ വേറെ കിട്ടുമായിരിക്കും. ഡാർക്ക് കളർ വേണമെങ്കിൽ ബ്രൗൺ, നമ്മളിപ്പോ കളർ ചേർത്തത് വേണമെങ്കിൽ ചോക്ലേറ്റ് കളർ ഉണ്ടാവും. അത് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഗ്ലേസ് ആയിരിക്കും. അത് ചോക്ലേറ്റിന് ടേസ്റ്റ് ഉണ്ടാവില്ല, കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ചെയ്യുന്ന അടുത്തേക്ക് കാണിച്ചു. ഈ ഗ്ലേസിന് ഒരു ടേസ്റ്റ് ഉണ്ട്, മധുരം. ഏത് കളർ വേണമെങ്കിൽ കൊടുക്കാം. ബ്രൗണോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഇതിപ്പോ റെഡും ബ്ലൂ, റെഡും യെല്ലോ ഒക്കെ കൊടുക്കാം. മിറർ ഗ്ലേസ് പറഞ്ഞൊരു കേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഫേമസ് ആണ് മിറർ ഗ്ലേസ്. അത് ആക്ച്വലി ഇങ്ങനെ ഉണ്ടാക്കുക. 2-3 കോമ്പിനേഷൻ കൊണ്ട് ഉണ്ടാക്കുക. പക്ഷെ ജലാറ്റിൻ ഒക്കെ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. അത് കാരണം ഇതന്നെ നേരെ കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് അവിടുന്ന് കാണുമ്പോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നേരെ കാണുമ്പോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള കേക്കാണ്. മിറർ ഗ്ലേസ് 2-3 ഗ്ലേസ് ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടാ ചെയ്യാറ്. വോയിസ് തിരിച്ചും എവിടെയോ പോകുന്നു കേട്ടോ, കൊറേ ദൂരെ സംസാരിക്കുന്ന പോലെ. ഞാൻ സംസാരിക്കുന്നത് അല്ലേ?
ആക്ച്വലി മൈക്ക് അബയുടെ അടുത്താണ്, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, അബയ സംസാരിക്കുന്നത് കേൾക്കണം, അതാണ് ഇമ്പോർട്ടന്റ്. മിറർ ഗ്ലേസിന് വേറെ എന്താ ആഡ്, എങ്ങനെയാ ചെയ്യുന്നത്? അതിനെന്താ ആഡ് ചെയ്യുന്നത്? മിറർ ഗ്ലേസിന്റെ റെസിപ്പി വേറെ തരാം, അത് ലോങ് ആണ്. അത് നമുക്ക് എപ്പോഴും ശരിയായി കിട്ടിക്കൊള്ളുന്നില്ല, അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ഇത്തിരി ചെയ്തെടുക്കാനും. സംഭവം ഇതല്ല, 2-3 ഗ്ലേസ് വെച്ച് ചെയ്യുന്നതാണ്. ഇത്തിരി വേറെ അതിന് ശരിക്കും ജെലാറ്റിൻ ഒക്കെ ഇല്ലേ നമ്മള്? അതിന് ജെലാറ്റിൻ യൂസ് ചെയ്യും, ഇത് കോൾഡ് ഗ്ലേസ് വേറെ യൂസ് ചെയ്യും. അതന്നെ സെയിം ഇതേ പ്രൊസീജിയർ തന്നെ, പക്ഷെ ഇത്തിരി ഡിഫറെന്റ് ആണ്. അത് വേറെ റെസിപ്പി അയച്ചുതരാം കേട്ടോ. എഴുതാൻ കാണിച്ചു. ഇതിപ്പോ നമ്മൾ ഇതേ ഗ്ലേസിന്റെ ഉപയോഗിച്ചിട്ട് ഇതിന്റെ മേലെ എഴുതാൻ പോണേ. പക്ഷെ ഇത് ഒഴുകി തീർന്നതിന് ശേഷം വേണം, ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം വേണം എഴുതാൻ. തണുത്ത കേക്കിന്റെ മുകളിൽ, അതായത് ഇതിപ്പോ ഒഴുകിക്കൊണ്ടിരിക്കുവായിരിക്കും. ഇപ്പൊ നമ്മൾ ഗനാഷ് ചെയ്താലും ഗ്ലേസ് ചെയ്താലും ഒരു 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുക്കണം. ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഈ ഗനാഷ് ചെയ്താലും ഇത് ചെയ്താലും നമ്മള് ഒഴുകിക്കൊണ്ടിരിക്കും. ഈ ഗനാഷ് ഒക്കെ കുറച്ചു നേരം കൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അതിൽ റൈറ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പോകും. ഇത് ഒഴുകണേന്റെ അനുസരിച്ചിട്ട് നമ്മുടെ റൈറ്റിംഗ് അങ്ങ് നമ്മൾ എഴുതി വെച്ചേക്കുന്നതും അങ്ങ് ചെരിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് സെറ്റ് ആവണം. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഇത് സെറ്റ് ആയതിനു ശേഷം വേണം ഇതിനകത്ത് എഴുതാൻ. ഇപ്പൊ ഞാൻ എഴുതി കാണിച്ചു തരാം. ഇതൊന്ന് കാണിക്കാമോ? കാണുന്നുണ്ട്. ഇത് സെറ്റ് ആവാതെ ഇരിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഞാൻ പരക്കും ചെയ്തത്, അതൊന്നും ശ്രദ്ധിക്കണം. ഇതിങ്ങനെ വളഞ്ഞൊക്കെ പോകും. നമ്മൾ ഇത് ഗ്ലേസ് ഒഴുകണേന്റെ ഒപ്പം ഇതും വളഞ്ഞു പോവേ. ഇത് എഴുതുന്നതും ഗ്ലേസ് കൊണ്ട് തന്നെയാണ്. ന്യൂട്രാജൽ ഗ്ലേസിൽ കുറച്ച് ബ്ലാക്ക് കളർ ചേർത്തിനേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് എഴുതിയെടുക്കാം കേട്ടോ. ഈ സൈഡ് ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പൊ ഏകദേശം ഒഴുകി തീർന്നിട്ടുണ്ടാവും. ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന്. അത് എന്ത് ഉപയോഗിച്ചിട്ടാണ് എഴുതിയത്? ഈ സെയിം ഗ്ലേസിന്റെ ഈ ഗ്ലേസ് സെയിം ഗ്ലേസ് കുറച്ചെടുത്തിട്ട് ഒരു പൊടി എത്ര വേണോ അത്ര എടുക്കുക. 2 സ്പൂണോ 3 സ്പൂണോ എടുത്തിട്ട് അതിൽ ഏത് കളർ വേണോ ഇഷ്ടമുള്ള കളർ, ഒരു ഡ്രോപ്പോ 2 ഡ്രോപ്പോ ജെൽ കളർ ചേർത്ത് അത്രേ ഉള്ളൂ. എന്നിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് അപ്പൊ വെള്ളം ചേർക്കണ്ട. വെള്ളം ചേർക്കണ്ട, അത് പറയാനും ഞാൻ വന്ന്. വെള്ളം ചേർക്കരുത് കേട്ടോ. റൈറ്റിംഗ് ടൈമില് വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് ലൂസ് ആവും. നമ്മൾ ഇതിപ്പോ ഒഴുകി കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ വെള്ളം ചേർത്തത്. മറ്റേത് വെള്ളം ചേർക്കരുതേ. റൈറ്റിംഗ് ടൈം you try with this gel, this Nutragel, you get it easily. nothing to worry as such. മറ്റ് സ്റ്റുഡൻസ് ഒക്കെ ഇപ്പൊ നന്നായി എഴുതുന്നുണ്ട്. അവരൊക്കെ ന്യൂട്രാജൽ ഗ്ലേസിൽ എഴുതുമ്പോ വൃത്തി എഴുതുന്നുണ്ട്. That is what I was thinking. In this small thing you wrote. ഇത് നമ്മള് അപ്പൊ താഴത്തേക്ക് പോയി. ഇപ്പൊ അതും നിങ്ങൾക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അല്ല, ഇപ്പൊ അതും മനസ്സിലായില്ലേ? അതുകൊണ്ട് അപ്പൊ അങ്ങനെ നമ്മള് അത് ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇത്തിരി നേരം ഒന്ന് സെറ്റ് ആവും. ഫ്രിഡ്ജിൽ വെച്ചാലേ സെറ്റ് ആവുള്ളൂ. അതാണ് ഇപ്പൊ ഈ കേക്കിന് ഇത്തിരി ഒരു ഫിനിഷിംഗ് കുറവ് തോന്നുന്നു. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഭംഗി വരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇത് നമുക്ക് അടുത്ത ഗനാഷ് ചെയ്യാം. ഇതിന്റെ റേഷ്യോ ഒന്ന് പറയോ? നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എത്ര റേഷ്യോ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരൂ. വെള്ളം ചേർത്താണോ?
ആ വെള്ളം നമ്മൾ ഈ ജെല്ലും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് യൂസ് ചെയ്ത സാധനം എന്നാ അതും അതിന്റെ ആ ഒരു റേഷ്യോ കറക്റ്റ് ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ 1 kg കേക്കിനാണെങ്കിൽ 200 ml ഗ്ലേസ് എടുക്കാം. 100 ml അതിന്റെ നേർ പകുതി എടുത്തിട്ട് വാട്ടർ അതിന്റെ നേർ പകുതി വാട്ടർ ആഡ് ചെയ്യാം. 100 ml ആണ് എടുക്കണമെങ്കിൽ നമ്മൾ 50 ml വാട്ടർ എടുക്കാം. 100 ml എടുത്താൽ മതി. നമ്മൾ 1/2 kg ഒക്കെ ആണെങ്കിൽ അത്രയും മതി, 100 മതി. അപ്പൊ നമ്മള് 50 ml വാട്ടർ എടുക്കാം. ഈ പ്രപ്പോർഷനും ഒക്കെ ഇതിലുണ്ടാവുമല്ലോ അല്ലേ നമുക്ക് റെസിപ്പി തരുമ്പോ? അത് ഗ്ലേസിൽ എഴുതി തരാം, അതുണ്ടാവും. കാരണം ഞാൻ ഒന്നും നോട്ട്സ് ഒന്നും എടുക്കുന്നില്ല, ഞാൻ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. ഒന്ന് ഈ വീഡിയോ തരുമല്ലോ, അത് ഡൗൺലോഡ് ചെയ്യാം. കാരണം രണ്ടും കൂടെ നടക്കില്ല, ഇത് നോക്കലും എഴുതലും കൂടെ. പിന്നെ ഇതൊന്ന് മാറ്റിയിട്ട് ഞാൻ നമ്മുടെ ഗനാഷിനുള്ള ഇതിന് വല്ല സംശയം ചോദിച്ചോളൂ. നമുക്ക് അടുത്ത ഗനാഷ് ചെയ്തിട്ട് എങ്ങനെയാ ചോക്ലേറ്റ് ട്രഫിൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിപ്പോ പിസ്തയാണ്, അതുകൊണ്ട് ഗ്രീൻ കളർ ചേർത്ത്. അപ്പൊ ഈ കോമ്പിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിസ്ത കേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ കളർ ഒഴിക്കരുത്, കളർ കോമ്പിനേഷനും ശ്രദ്ധയിലാണ്. വേറെ വല്ല ഡൗട്ട് ഉണ്ടോ? മഞ്ജുന് വല്ല ഡൗട്ട് ഉണ്ടോ? മഞ്ജു ന്യൂ കമ്മർ ആണ്, റാങ്ക് ചെയ്യണം ശരിക്കും. മഞ്ജു വല്ല ഡൗട്ട് ഉണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞു, അടുത്തെടുക്കാമല്ലോ അല്ലേ? 2 മിനിറ്റ് ഞാൻ വീഡിയോ ഓഫ് ചെയ്യാം. കട്ട് ചെയ്ത് ഉള്ളും കൂടെ ഒന്ന് നോക്കാം. എന്തായാലും ഇത് ബർത്ത്ഡേ പാടണോ? ഹാപ്പി ബർത്ത്ഡേ പാടണോന്ന് പാടിക്കോളൂ പാടിക്കോളൂ. ആരെങ്കിലും ബർത്ത്ഡേ ആണോ ഒന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ. ഉള്ളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടേ, ഉള്ളു കറക്റ്റ് നമ്മൾ ആ ലെയർ കറക്റ്റായി കട്ട് ചെയ്താലേ ഉള്ളു ഭംഗിയുള്ളൂ. കാരണം ഇങ്ങനെ വരണം, ഉള്ളു കറക്റ്റ് ക്രീമും കേക്കിന്റെയും ഒരു ഇടയില ചോക്കോ ചിപ്സ് ഉണ്ടാവും, അതിന്റെ ഒരു ഭംഗി ഇങ്ങനെ വരണം. അപ്പോഴേ കട്ട് ചെയ്യുമ്പോ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ആർക്കെങ്കിലും വേണോ? കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു. അപ്പൊ ഞാൻ വീഡിയോ ക്ലോസ് ചെയ്യാം. ആക്കുന്നുണ്ട് പ്രതീക്ഷ, പക്ഷെ കഴിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ കണ്ടില്ല. ഓക്കെ, ഞാൻ 2 മിനിറ്റ് വീഡിയോ ക്ലോസ് ചെയ്യണേ. ഇപ്പൊ നമ്മള് ചെയ്യാൻ പോണത് ഗനാഷ് ഉണ്ടാക്കാൻ പോവാണ്. ഗനാഷ് എന്ന് പറയുമ്പം അത് വൈറ്റ് ചോക്ലേറ്റും ഉണ്ടാക്കാം, ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാം. നമ്മള് ലെയറിൽ കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്, ഗ്ലേസിനേക്കാളൊക്കെ ഏറ്റവും നല്ലതാണ് ഗനാഷ് കൊടുക്കാം. ഗനാഷ് കൊടുക്കുന്നതിന് 1:1 റേഷ്യോ, അതായത് ഒരു കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ 1 കപ്പ് എടുക്കാം. ഏത് ആണ് എടുക്കണേ അതിന്റെ ഈക്വൽ പ്രപ്പോർഷനില് നമ്മള് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും എടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ ചെയ്യുന്നതാണ്. രണ്ടും കൂടി ചേർത്ത് ചൂടാക്കി മെൽറ്റ് ചെയ്ത് അരിച്ചെടുക്കുന്നതാണ് 1:1 റേഷ്യോയിലുള്ള ഗനാഷാണ് നമ്മൾ എന്തിനു കൊടുക്കുക? ഡ്രിപ്പിംഗ് എഫക്റ്റിന് കൊടുക്കുക. നമ്മളിങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ കേക്ക് ഹൈറ്റുള്ള കേക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ഡ്രിപ്പിംഗ് എഫക്റ്റ് വന്ന് നല്ലോണം ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നുണ്ടാവും, ഇങ്ങനെ ഒലിച്ചിറങ്ങിയ പോലെ നല്ല ഇങ്ങനെ ഓരോരോ ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ കിടക്കില്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഡിസൈൻ കൊടുക്കണേന് 1:1 റേഷ്യോ വേണം, എന്നാലേ താഴത്തേക്ക് ഒഴുകി വരുള്ളൂ. പിന്നെ 1:2 റേഷ്യോ, 1:2 എന്ന് പറയുമ്പോൾ 1 വിപ്പിംഗ് ക്രീം അല്ല ഫ്രഷ് ക്രീം എടുക്കുവാണ് നല്ലത്. ഇപ്പോ പെട്ടെന്ന് മാർക്കറ്റിലൊന്നും കിട്ടാത്തോണ്ടാണ് ഞാനിപ്പോ അധികം ചെയ്യണത്. പിന്നെ മാത്രമല്ല ഫ്രഷ് ക്രീമിന് എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമുലിന്റെ ചെറിയ ഇതൊക്കെ ഇല്ലേ ഫ്രഷ് ക്രീം, ആ ഫ്രഷ് ക്രീം വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് കേടുവന്നു പോകും. അത് കേടുവന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം ഒരു യെല്ലോ കളർ വരും. യെല്ലോ കളർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാൻ പാടില്ല. ഈ വിപ്പിംഗ് ക്രീം ആവുമ്പോൾ ആ ഒരു പ്രശ്നമല്ല, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കണോണ്ട് അതിങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. വിപ്പിംഗ് ക്രീം
ഫ്രഷ് ക്രീം ആണെങ്കിൽ ഈ കറക്റ്റ് റേഷ്യോ നല്ല തിക്നെസ് കിട്ടും ഫ്രഷ് ക്രീമിന്. ഫ്രഷ് ക്രീം മിക്സ് കൺഫ്യൂഷൻ ആവുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ട്. ഫ്രഷ് ക്രീമില് നമ്മൾ കറക്റ്റ് 1:1 റേഷ്യോയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് പാകം തിക്നെസ് ഉണ്ടാവും. വിപ്പിംഗ് ക്രീം ഒരു കുറച്ച് ലൂസ് ആവും. നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ ഫിയോന, അതൊരു കുറച്ച് ലൂസ് ആയിരിക്കും കേട്ടോ മറ്റേനേക്കാളും. പിന്നെ നല്ല ഡാർക്ക് കളർ കിട്ടുന്നത് ഈ വിപ്പിംഗ് ക്രീമിലാണ്. ഫ്രഷ് ക്രീമിന് ചെറിയൊരു ബ്രൗൺ കളർ ആയിരിക്കും, ഇത് നല്ല ഡാർക്ക് കളർ കിട്ടും. പിന്നെ അതിൽ നമുക്ക് കളർ ചേർക്കൊക്കെ ചെയ്യാം. ബ്ലാക്ക് കളർ കൂടുതൽ വേണമെങ്കിൽ ബ്ലാക്ക് കളർ ചേർക്കാം. വൈറ്റ് കളറാണ് 1:1 റേഷ്യോയിൽ ഡ്രിപ്പ് ചെയ്ത് കിടക്കുന്നത്. ചിലപ്പോൾ നമുക്ക് പിങ്ക് കളർ, ബ്ലൂ കളർ എന്തെങ്കിലും ഡ്രിപ്പ് ചെയ്ത് കിടക്കണം എന്നുണ്ടെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ജെൽ കളർ, ലിക്വിഡ് ജെൽ കളർ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അതാവുമ്പോൾ കറക്റ്റ് മിക്സ് ആയിക്കോളും. മറ്റേതാവുമ്പോൾ പിന്നെ ഒന്നുകൂടെ ലൂസ് ആവും. ലിക്വിഡ് കളർ ആവുമ്പോൾ ഒന്നുകൂടെ ലൂസായി വരും. അപ്പൊ അതുകൊണ്ട് അധികം ജെൽ കളർ തന്നെ ഇതിൽ കളർ മിക്സ് ചെയ്യുമ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട്, ഇപ്പൊ ഞാൻ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പകരം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും ഫ്രഷ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതില് വൈറ്റ് ചോക്ലേറ്റ് ആകുമ്പോൾ അതിൽ വൈറ്റ് അല്ലേ, അപ്പൊ അതിൽ നമുക്ക് റെഡോ ബ്ലൂവോ വേറെ ഏത് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഡ്രിപ്പ് ചെയ്ത് കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്കിത് വൈറ്റ് കോമ്പൗണ്ട് ആണോ വൈറ്റ് ചോക്ലേറ്റ് ആണോ നല്ലത്? അല്ല, ഈ കോമ്പൗണ്ട് ആണോ ചോക്ലേറ്റ്സ് തന്നെയാണോ നല്ലത്? വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ആണ്. വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് കോമ്പൗണ്ട് തന്നെയാണ് നല്ലത് അല്ലേ? യൂസ് ചെയ്യേണ്ടത്. അതിൽ എല്ലാം കിട്ടും, എല്ലാ ഫ്ലേവറും കിട്ടും. ഫ്ലേവേർഡ് കിട്ടും, മാംഗോ ചോക്ലേറ്റ് കോമ്പൗണ്ട് കിട്ടും, പിസ്ത കിട്ടും, അങ്ങനെ എല്ലാ ചോക്ലേറ്റ് കോമ്പൗണ്ടും കിട്ടും. നമ്മൾ സാധാരണ വീണ്ടും വൈറ്റും ചോക്ലേറ്റും ആണ്. വൈറ്റിൽ നമുക്ക് വേറെ കളറോ എസൻസോ ആഡ് ചെയ്തിട്ട് അതനുസരിച്ച് മാറ്റം പറ്റും. അതിലാണ് നമുക്ക് മെയിൻ ആയിട്ട് മേടിച്ചാൽ മതി. ഇപ്പൊ മാംഗോ ഫോറസ്റ്റ് കൊണ്ട് പുതിയ ചിലർ ചോദിക്കുന്നുണ്ട്, അതിൽ വേണമെങ്കിൽ മാംഗോ ചോക്ലേറ്റ് കോമ്പൗണ്ട് കിട്ടും. ഫ്ലേവേർഡ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് ആണോ ഉപയോഗിക്കുന്നത്? ഡാർക്ക് ചോക്ലേറ്റ് ആണോ നമ്മൾ ഉപയോഗിക്കുക? ഡാർക്കും ഉണ്ട്, മിൽക്ക് കോമ്പൗണ്ട് ഉണ്ട്, വൈറ്റും ഉണ്ട്, ഡാർക്കും ഉണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് പറയുമ്പോൾ കൊക്കോ ചേർത്തത് ബ്രൗൺ കളർ, വൈറ്റ് പറയുമ്പോൾ വൈറ്റ് കളർ. വൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ? പിന്നെ മാംഗോ കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പകരം നമുക്ക് അതിന്റെ എസൻസ് ആഡ് ചെയ്താൽ മതിയോ? വൈറ്റിൽ ആഡ് ചെയ്താൽ മതി. ഞാൻ ഈ പറഞ്ഞ എല്ലാത്തിന്റെയും ചോക്ലേറ്റ് വാങ്ങി വെക്കാറില്ല. കാരണം നമുക്ക് ഈ വേറെ ഫ്ലേവർ ചോക്ലേറ്റ് കേക്ക്സ് ഒക്കെ വരണത് ചിലപ്പോൾ സ്ട്രോബെറി വരും, അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത കേക്ക് വരിക. അപ്പോഴത്തേക്ക് ഈ കോമ്പൗണ്ട് കേട് വരാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് പകരം നമുക്ക് ഈ വൈറ്റില് ഇത്തിരി സ്ട്രോബെറിയുടെ കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വെറുതെ ഒരു വലിയ കോമ്പൗണ്ട് അതിന് വേണ്ടി 130 രൂപയുടെ ഒരു സാധനം മേടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അത് അത്രേ ഉള്ളൂ കാര്യം. ഫ്ലേവർ ആഡ് ചെയ്യാം, നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാർക്ക് ചോക്ലേറ്റില് ഒരു കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ചെറിയ മധുരവും കിട്ടും. നമ്മുടെ ടൈം പോണു, ഞാൻ വേഗം കാര്യത്തിലേക്ക് കടക്കാം. ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഞാൻ. ആ സോസ് പാനിനകത്തേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം. വിപ്പിംഗ് ക്രീം ആവുമ്പോൾ നമ്മൾ നിറച്ചെടുത്തോളന്നില്ല, കാരണം ഫ്രഷ് ക്രീം ആണെങ്കിൽ നിറച്ചെടുക്കണം. നല്ല തിക്നെസ് കൂടുതലായിരിക്കും. ഞാൻ പറഞ്ഞു ആദ്യമേ ഇത് ഇത്തിരി ലൂസ് ആയിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് സൂക്ഷിച്ച് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോ അറിയാം. ചെറിയ ബബിൾസ് ഇത് പെട്ടെന്ന് ബബിൾസ് വന്നു തുടങ്ങും. സ്റ്റൗ ടോപ്പിൽ വെക്കുവാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. കാണുന്നുണ്ടോ? ചെറിയ ബബിൾസ് വന്നു തുടങ്ങും. ഒരുപാട് ചൂടാവരുത്, ജസ്റ്റ് ചൂടായവിടെ നിർത്തണം. ചുറ്റും ഈ സൈഡിലൊക്കെ ബബിൾസ് വന്നു തുടങ്ങേ, അപ്പൊ നമ്മൾ ഓഫ് ചെയ്ത് ഓഫ് ചെയ്യാം കേട്ടോ. വന്നു തുടങ്ങി, അല്ലെങ്കിൽ ചിലപ്പോ അത് അടി പിടിക്കും. അതുകൊണ്ട് അതില്
Same. കാണിക്കാം, എടുത്തിട്ട് കാണിക്കാം. ഈക്വൽ മെഷർമെന്റ് ചോക്ലേറ്റ് ആഡ് ചെയ്തു. വൺ ഈസ് ടു വൺ റേഷ്യോയിലുള്ളത് നമ്മള് ഡ്രിപ്പിംഗ് എഫക്റ്റിനും 1:2 റേഷ്യോയിലുള്ളത്, അതായത് 1 കപ്പ് വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും 2 കപ്പ് ചോക്ലേറ്റ് എപ്പോഴും കൂടുതലായിരിക്കണം കേട്ടോ. അപ്പൊ ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ലെയറിൽ കൊടുക്കാനും ഫുൾ കേക്ക് ഫുൾ കവർ ചെയ്ത് എടുക്കാനും ലെയറിൽ കൊടുക്കാനും ഒക്കെയാണ് നമ്മൾ 1:2 റേഷ്യോ എപ്പോഴും യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ചൂട് ആറാൻ ഒന്ന് വെക്കണേ. ഇനിയിപ്പോ ഇങ്ങനെ ചെയ്തു, ഇപ്പൊ നമുക്ക് ഇച്ചിരി കളർ കുറവും അത് ഇത്തിരി എന്തെങ്കിലും ഒരു തിളക്കം വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇതിൽ കുറച്ച് ഗ്ലേസ്, നമ്മൾ ആദ്യം എടുത്ത ന്യൂട്രാജൽ ഗ്ലേസ് ഇല്ലേ, ന്യൂട്രാജൽ ഗ്ലേസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, ഒരു തിളക്കം കിട്ടും. അല്ലെങ്കിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് ബട്ടറോ, 1 ടീസ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് ന്യൂട്രാജൽ ഗ്ലേസോ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഒരു തിളക്കം കിട്ടും. നല്ലൊരു എന്താ പറയുക, ഒരു ഗ്ലേസ് ഉണ്ടാവും നമ്മുടെ കേക്കിന് ഫുൾ കവർ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ. ഇത് നമുക്ക് അരിച്ചൊന്ന് ഒഴിക്കാം. ഇതാണ് ഞാൻ ആദ്യം ഒരു പൈപ്പിംഗ് ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ കാണണ്ടോ? ചോദിച്ചോട്ടെ. ഇത് നമ്മളിപ്പം ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ചൂടാക്കിയതിന്റെ ബബിൾസ് വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് അതിനുശേഷം അല്ലേ നമ്മുടെ ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നത്? പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സ്റ്റൗ ഓൺ ആക്കണോ? അല്ല, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിയിൽ പിടിച്ച് കരിയും. ഈ വിപ്പിംഗ് ക്രീം പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുകൊണ്ടാണ് അത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണത്. അടിയിൽ പിടിച്ച് അത് കരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേടുവന്ന് പോകില്ലേ. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, ചില സമയത്ത് അത് പിരുത്തു പോവാൻ ചാൻസ് ഉണ്ട്, വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും ഒക്കെ ആണെങ്കിലേ. ഓഫ് ചെയ്തിട്ടാണ് ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നത്. ഓഫ് ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ ചിലപ്പോൾ നമുക്ക് തരികൾ എടുക്കണ്ട, അതൊന്ന് വേഗം മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഓൺ ചെയ്തെടുക്കുന്നത്. അത് ലോ ഫ്ലെയിമിലേ പാടുള്ളൂ. ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞ് കരിഞ്ഞ അടി പിടിക്കുവേ. ഒരു അരിപ്പ വെച്ചു കൊടുക്കുക. ഡ്രിപ്പിംഗ് എഫക്ട് കൊടുക്കാനാണെങ്കിൽ ഒരു അരിപ്പ വെച്ചു കൊടുക്കുക. അരിപ്പ വെച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒന്ന് എടുക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കേക്കില് തരി പോലെ വന്ന് കിടക്കും. കേക്കിന് ഒരു ഫിനിഷിങ് കിട്ടില്ല അരിച്ചെടുത്തില്ലെങ്കിൽ. അപ്പൊ എപ്പോഴും നമ്മൾ ഗനാഷ് ചെയ്യുമ്പോ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ന്യൂട്രാജൽ ഗ്ലേസ് കൊടുക്കുവാണെങ്കിൽ അതിലും ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും, ചെറിയ ഇതായിട്ട് കിടക്കും. അപ്പൊ അതും ഒന്ന് അരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിരിക്കും നമ്മുടെ കേക്കിന് കിട്ടുക. നമ്മുടെ കേക്കിന്റെ മുകളിൽ ഒഴിക്കാനുള്ള 1:1 റേഷ്യോയുടെ ഗനാഷ് റെഡിയായി. ഇനി ഇതൊന്ന് നമുക്ക് സെറ്റ് ആവാൻ വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, വെളിയിൽ തന്നെ ഇരുന്നാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം കട്ടിയാവും, കുറച്ച് ഭാഗം ലൂസ് ആവും. അപ്പൊ വെളിയിൽ തന്നെ ഇരുന്ന് സെറ്റ് ആയിക്കോട്ടെ. വെച്ച് തുറച്ചെടുക്കാം.
1:2 റേഷ്യോയിലുള്ള ഗനാഷ് ഞാൻ കഴുകിയിട്ടില്ല. അപ്പൊ ഈ ഇതിലേക്ക് തന്നെയാണ് ഒഴിക്കാൻ പോവാണേ. 1:2 റേഷ്യോയിലുള്ള ഗനാഷ് നമ്മൾ ലെയർ ചെയ്യാനും കേക്ക് ഫുൾ കവർ ചെയ്യാനാണ് എടുക്കുന്നത്. പക്ഷെ അത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കാം. അത് ഇത്തിരി ലൂസ് ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ 6 hours അതിനെ സെറ്റ് ആവാൻ വയ്ക്കണം. അപ്പൊ നല്ല തിക്കായിട്ട് കിട്ടും. ഇതിപ്പോ കുറച്ചാ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. ഞാൻ റിച്ച് ചോക്ലേറ്റ് ട്രഫിൾ ഉണ്ടാക്കണില്ല. ഇതിപ്പോ നമ്മള് 1/4 കപ്പ് കേക്കിൽ ഒഴിച്ചതിന് ശേഷമാണോ 6 hours വെക്കേണ്ടത്? അത് ഗനാഷ് റെഡിയാക്കിയിട്ടാണോ? ഗനാഷ് ഇപ്പൊ ഞാനിപ്പോ നമ്മള് ഗനാഷ് ഉണ്ടാക്കിയില്ല, ഒരു പൈപ്പിംഗ് ബാഗിൽ ഉണ്ടാക്കി വെച്ചില്ലേ, അത് സെറ്റ് ആക്കി വെച്ചില്ലേ, അതുപോലെ നമ്മൾ എത്ര ഇതിപ്പോ വലിയൊരു കേക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് മതിയാവില്ല. അപ്പൊ 1 കപ്പൊക്കെ എടുക്കേണ്ടി വരും. വലിയൊരു കേക്കിനെ ഫുൾ കവർ ചെയ്തെടുക്കാനായിട്ട് 1 കപ്പ് എടുക്കേണ്ടി വരും. ഞാൻ അതല്ല ചോദിച്ചേ. മനസ്സിലായി, അതല്ല ഞാൻ ചോദിച്ചത്. 6 hours സെറ്റ് ചെയ്യാൻ വെക്കണമെന്ന് പറഞ്ഞില്ലേ, അത് എന്താണ് അത് സെറ്റ് ചെയ്യാൻ വെക്കേണ്ടെന്നാ ചോദിച്ചത്. സെറ്റ് ചെയ്യാനൊന്നുമല്ല, വെറുതെ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ഭാഗത്ത് വെക്കുക. രാത്രി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത്രേ ഉള്ളൂ. ഗനാഷ് നമ്മള് 1:2 റേഷ്യോ ഗനാഷ് ലെയറിൽ കൊടുക്കാൻ എടുക്കുമ്പോ നമ്മൾ രാത്രി സെറ്റ് ചെയ്ത് വെച്ച ഗനാഷ് നമ്മള് രാവിലെ കേക്ക് ലെയർ ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പോഴാണ് അത് തിക്കായി കിട്ടുള്ളൂ. ഞാനിപ്പോ കാണിച്ചു തരാം. അപ്പൊ എപ്പോഴും വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുമ്പോൾ നല്ലോണം ഷെയ്ക്ക് ചെയ്ത് വേണം എടുക്കാൻ. വിപ്പ് എടുത്തപ്പോഴും കുറച്ചത് കട്ട് ചെയ്ത് വലിച്ചാൽ അത് ശ്രദ്ധിക്കണം. വിപ്പിംഗ് ക്രീം എപ്പോൾ എടുക്കുമ്പോഴും നല്ലോണം ഷെയ്ക്ക് ചെയ്ത് വേണം എടുക്കാൻ. ഇതിപ്പോ ഞാൻ കുറച്ചേ എടുക്കണുള്ളൂ കേട്ടോ. ഇതിപ്പോ കുറച്ചേ എടുക്കണുള്ളൂ. അത് ഫുൾ കേക്ക് കവർ ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്ക് 1 കപ്പ് വേണ്ടി വരും. വിപ്പിംഗ് ക്രീം 1 കപ്പ് ക്രീം എടുക്കണം. 2 കപ്പ് ചോക്ലേറ്റും എടുക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ അത്ര എടുക്കണില്ല. അപ്പൊ ഇതൊന്ന് നമുക്ക് ആദ്യത്തെ പോലെ തന്നെ ഒന്ന് ചൂടാക്കാം. ബബിൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോ നമ്മൾ ഒത്തിരി നേരമായിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാണ്ടല്ലോ അതങ്ങ് പിരിക്കും. പാല് പിരിക്കില്ലേ, ആ ഒരു ഇതാവും. സെയിം കാണിച്ചു കൊടുക്കാം. അപ്പൊ 1:2 റേഷ്യോ എന്നാണ് പറഞ്ഞത്. അപ്പൊ 1 കപ്പ് നമ്മുടെ ബബിൾസ് ഒക്കെ വന്നു, അതിലേക്ക് 1 കപ്പ് ഇട്ടു. ഇനി ഒന്നുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കണേ. രണ്ടാമത്തെ ഇട്ടു കേട്ടോ 1:2. വേഗം ഒന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മെൽട്ട് ആവാൻ അങ്ങനെ വെക്കുവാണെങ്കിൽ വേഗം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കുവേ. ചോക്ലേറ്റ് കരിഞ്ഞു പിടിക്കും. പറയണത് മനസ്സിലാവണ്ടല്ലോ അല്ലെ? ചിലപ്പോ ഇങ്ങനെ അടി പിടിക്കാന്നൊക്കെ ചിലപ്പോ എല്ലാവർക്കും മനസ്സിലായില്ല എന്ന് വരുമോ? മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോ കണ്ടോ, നമ്മൾ ലെയറിൽ കൊടുക്കാൻ പോണ ക്രീം ഇത് ഇങ്ങനെയാണ്, ലൂസ് കൺസിസ്റ്റൻസിയാണ്. അപ്പോ ഇതൊന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 6 hours വെക്കണം എന്ന് പറയുന്നത്. 6 hours വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ക്രീം, ഈ വിപ്പിംഗ് ക്രീം ഇരിക്കില്ലേ, അതുപോലെ ആയി കിട്ടും. ഇത് ഫ്രിഡ്ജിൽ വെക്കരുത്, വെളിയിൽ വെറുതെ പാത്രത്തിൽ വെച്ചാൽ മതി. ഏതെങ്കിലും നല്ല ടൈറ്റ് ആയിട്ട് ഒരു കണ്ടെയ്നറിൽ നല്ലോണം ഇട്ടിട്ട് അടച്ചു വെച്ചാൽ
നോസിൽ ബാഗിൽ തന്നെ നമുക്കത് കീപ്പ് ചെയ്തില്ലേ? നോസിൽ ബാഗിൽ തന്നെ അത് കീപ്പ് ചെയ്തില്ലേ? പൈപ്പിംഗ് ബാഗില്. പൈപ്പിംഗ് ബാഗില്. ഇത് പൈപ്പിംഗ് ബാഗിൽ ഇടണില്ല കേട്ടോ, ഇത് നമുക്ക് ലെയർ ചെയ്യാനുള്ളതല്ലേ. അപ്പൊ ഇത് പൈപ്പിംഗ് ബാഗിൽ ഇടണ്ട, ഇത് കുറച്ച് നമുക്ക് കൂടുതൽ എടുക്കണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ വേണം. ഇപ്പൊ നമ്മള് 1:2 ഒരു കപ്പ് വിപ്പിംഗ് ക്രീം, ആ 1/4 കപ്പില് 1 കപ്പ് എടുത്തു. 2 ടൈംസ് നമ്മൾ ചോക്ലേറ്റ് എടുത്തു. അതുപോലെ 3 ടൈംസ് ചോക്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ചോക്ലേറ്റ് ഡെക്കറേഷൻ, നമ്മൾ റിച്ച് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിലൊക്കെ സൈഡിലൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നോസിൽ വർക്ക് ചെയ്യില്ലേ? നോസിൽ വർക്ക് ചെയ്യാനാണ് 1:3 റേഷ്യോ. അതും ഇതുപോലെ തന്നെ വെളിയിലിരുന്ന് ഹാർഡ് ആവണം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആദ്യം കുറച്ച് നമ്മൾ നോക്കുമ്പോൾ അത് കട്ടിയായിട്ടിരിക്കുന്നുണ്ടാവും, പിന്നെ നമ്മൾ ഒന്നങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ അത് താഴത്തേക്ക് ഇങ്ങ് ലൂസായി ചാടി വീഴും, കാരണം ഉള്ളിലൊന്നും കട്ടിയായിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് വെളിയില് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തിക്കാവുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതിനാണ് 6 hours. 1:3 6 hours തന്നെയാണോ വെക്കേണ്ടത് സെറ്റ് ചെയ്യാൻ? എന്നാലേ നമുക്ക് പൈപ്പിംഗ് ബാഗിൽ പിടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പെട്ടെന്ന് കുറച്ച് ഭാഗം ഹാർഡാവും, കുറച്ച് ഭാഗം അല്ലെങ്കിൽ നോസിൽ നിന്ന് വരാതെ ആവും. അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയ പ്രശ്നം വരും. അതുകൊണ്ട് ഞാൻ അധികം വെളിയിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. ഇതൊന്ന് വെളിയിൽ വെച്ചിട്ട് നാളെ എടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടിരിക്കണ്ടാവും, നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പാകത്തിനുള്ളതായിട്ട് ഇരിക്കണ്ടാവും. കൂടുതൽ ടൈം വെച്ചാലും പ്രശ്നമാണ്, ഒരുപാട് ഹാർഡ് ആയാലും പ്രശ്നമാണ്. ഒരുപാട് ഹാർഡ് ആവരുത്, ഒത്തിരി നേരം വെക്കരുത് കേട്ടോ. 9 മണിക്കൂറായി കഴിഞ്ഞാൽ നല്ല ഹാർഡാവും. അപ്പൊ നല്ല ഹാർഡായി കഴിയുമ്പോ കേക്കുണ്ടോ, നല്ല ഹാർഡായി കഴിയുമ്പോ നമ്മൾ ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ബീറ്റർ ഇല്ലേ, ബീറ്റർ ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ശരിയായി കിട്ടും. ഹാർഡായി പോയാ കുറച്ചു നേരം വെച്ചിട്ട് ഹാർഡായി പോയി കഴിഞ്ഞാ, അല്ലാതെ പിന്നെ ചൂടാക്കരുത്. പിന്നെയും ഹീറ്റ് ചെയ്ത് പിന്നെയും നമ്മൾ 6 hours വെക്കാൻ നിൽക്കണം, അതുകൊണ്ട് ചൂടാക്കരുതേ. അപ്പൊ ഇത് ഇത്തിരി കൂടെ തിക്കായിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാ, നമ്മുടെ 1:3 ഉണ്ടാക്കി കാണിക്കണില്ല, മനസ്സിലായല്ലോ ഇപ്പൊ? മനസ്സിലായി. അത് ഓട്ടോമാറ്റിക്കലായിട്ട് എന്റെ ഓവനിൽ LG ആണ്, പ്രീ ഹീറ്റ് ആയിക്കോളും. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി 180 ഡിഗ്രി വരും അതില്. അത് ഞാൻ കൂട്ടാനും കുറയ്ക്കാനും പോവാറില്ല. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സിന്റെ ബട്ടൺ ഉണ്ട്, അതൊരു ഞാൻ 3 ടൈംസ് പ്രസ് ചെയ്യും. അടുത്ത കേക്കിന് നമുക്ക് വേഗം ടൈം ആവാറായി. അപ്പൊ ഞാൻ വേഗം ചെയ്യുവാണ് കേട്ടോ. നമ്മുടെ ക്രീം എടുത്തു. അപ്പൊ ഞാൻ സാധാരണ ചെയ്യുമ്പോ വിപ്പിംഗ് ക്രീമാണിത്. ഈ വിപ്പിംഗ് ക്രീമിനകത്തേക്ക് റിച്ച് ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറഞ്ഞിട്ട് ഒരു 800-900 റുപ്പീസിന്റെ കേക്ക് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഗനാഷ് ഉണ്ടല്ലോ, 1:2 റേഷ്യോയുടെ ഗനാഷ്, ആ ഗനാഷ് വെച്ചിട്ട് ചെയ്തു കൊടുക്കും. 700ന്റെ ചോക്ലേറ്റ് ട്രഫിൾ ആണെങ്കിൽ ഈ ക്രീം ഉണ്ടല്ലോ, വിപ്പ് ചെയ്തിരിക്കുന്ന ഈ ക്രീം, ആ ക്രീമിനകത്ത് പറയോ നമ്മള് റേറ്റ് കൂടുതലുള്ള ചോക്ലേറ്റ്, കാരണം നമ്മൾ ഈ 1:2 റേഷ്യോ ഗനാഷ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒത്തിരി ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പൊ ഫുൾ 1 കിലോയുടെ ഒരു കേക്ക് നമ്മൾ കവർ ചെയ്തെടുക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ചോക്ലേറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മൾ റേറ്റ് കൂടിയതിലാണ് അങ്ങനെ കൊടുക്കുള്ളൂ. 800-900 റുപ്പീസിന്റെ കേക്കിനാണ് അങ്ങനെ കൊടുക്കുക. റിച്ച് ചോക്ലേറ്റ് റഫിൾ, ഫുൾ ചോക്ലേറ്റിൽ തന്നെ ഡെക്കറേഷൻ, താഴെയൊക്കെ നോസിൽ വർക്കും ഒക്കെ ചോക്ലേറ്റിൽ ചെയ്യുന്നത് അതിലാണ്. അപ്പൊ സാധാരണ ഒരു ചോക്ലേറ്റ് റഫിൾ എന്ന് ഒരാൾ പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ ഞാൻ കൊടുക്കാറ്, ഞാൻ മാത്രമല്ല ഒരുവിധം ആൾക്കാര് ഒക്കെ അങ്ങനെ കൊടുക്കാറുള്ളൂ, ഹോം ബേക്കേഴ്സ് ഒക്കെ. നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, വിപ്പിംഗ് ക്രീമിനകത്തേക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ ഗനാഷ് ഇരുന്ന് തണുത്തു. ഇത്ര അധികം തണുക്കാൻ പാടില്ല കേട്ടോ, എന്നാൽ ഡ്രിപ്പിംഗ് എഫക്ട് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. ഡൗട്ട് ചോദിക്കട്ടെ, നമുക്ക് ആ 1:1 റേഷ്യോയിലുള്ളത് 6 മണിക്കൂർ വെക്കണ്ടല്ലോ? വേണ്ട. ഓക്കെ. ആ 1:1 റേഷ്യോയിലുള്ളത് 6 മണിക്കൂർ വെക്കണ്ട. അത് നമുക്ക് ഡ്രിപ്പിങ്ങിന് എടുക്കണതല്ലേ. അത് തിക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും നേരം മറ്റേ വെക്കണത്. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് മിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിയാലും ഒരു 2 ഡ്രോപ്പ് ഒഴിക്കുമ്പോഴത്തേക്കും കളർ കിട്ടും. ആഡ് ചെയ്ത് 1:1 റേഷ്യോ ആണ് ഇപ്പൊ ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ആഡ് ചെയ്തിരിക്കുന്ന 1:1 റേഷ്യോ അല്ലേ? 1:2 റേഷ്യോയിലുള്ളത് അത് ഇത്തിരി കട്ടിയായതാണ്. കുറച്ച് മുമ്പ് ഉണ്ടാക്കി വെച്ചതായിരുന്നു, അത് കട്ടിയായതാണ്. 1:1 ആവുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസായി പോകൂലേ. അപ്പൊ കേക്ക് വേഗം നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം കേട്ടോ, ടൈം പോണു. ഇതില് ഞാൻ മിൽക്ക് മെയ്ഡ് ഒന്നും കൊടുക്കാറില്ല കേട്ടോ. ചോക്ലേറ്റില് മിൽക്ക് മെയ്ഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ചോക്ലേറ്റ് ഫ്ലേവർ വരുമ്പോൾ അതിന് മിൽക്ക് മെയ്ഡ് ആവശ്യമില്ല. അപ്പൊ ഒരു പാലിന്റെ ടേസ്റ്റ് വരില്ലേ, അപ്പൊ അതുകൊണ്ട്. ലെയറിൽ നിങ്ങൾ നല്ലോണം ക്രീം കൊടുത്തോ, ഞാൻ അധികം കൊടുക്കണില്ല. റേഷ്യോ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ബാക്കി നമ്മൾ ചെയ്യുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. പിന്നെ അത് സെറ്റ് ചെയ്യണതും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് തണുത്തു പോകും. കുറച്ച് ഭാഗം അങ്ങനെ ഒരു ഈവൻ ആയി വരില്ലേ അത്.
ചില ഫംഗ്ഷനിലൊക്കെ ചോക്ലേറ്റ് ട്രഫിളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ വലിയവർക്ക് ചോക്ലേറ്റ് ട്രഫിൾ ഇഷ്ടമുണ്ടാവില്ല, കുട്ടികൾക്ക് ചോക്ലേറ്റ് ട്രഫിൾ മതി, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ റിച്ച് ചോക്ലേറ്റ് ട്രഫിൾ ആവുമ്പോൾ പകുതി പേർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, രണ്ടു കൂട്ടർക്കും തൃപ്തിയാവും. അതുകൊണ്ട് സൈഡ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിക്കോ. എട്ട് മണി ആവാറായതുകൊണ്ട് ഇത്തിരി സ്പീഡിലാണ് പരിപാടികള്. ഈ ഡ്രിപ്പിംഗ് എഫക്ട് കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല ഹൈറ്റ് ഉള്ള കേക്കിന് ഡ്രിപ്പിംഗ് എഫക്ട് കൊടുത്താലാണ് ഭംഗി ഉണ്ടാവുക. അപ്പം ഫുൾ സൈഡ് താഴത്തേക്ക് വീഴാതെ കുറച്ച് ഭാഗം ഇങ്ങനെ മുകളില് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് നിൽക്കണ മാതിരി ആ ഒരു എഫക്ട് ഉണ്ടാവണേ. ശരിക്കും ഗനാഷ് ചെയ്യണ കേക്ക് ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും ഈ ഐസിങ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലിരിക്കണം. ഫ്രിഡ്ജിലിരുന്ന് തണുത്ത കേക്കില് നമ്മൾ ഗനാഷ് ചെയ്താൽ നല്ല വൃത്തിയായിട്ട് വരും. ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ചൂടോടെയാണ് ഈ ഗനാഷ് ഒഴിക്കാൻ പോണത്. അപ്പൊ എന്താ വെച്ചാൽ ഈ ക്രീം അങ്ങ് അതിന്റെ കൂട്ടത്തില് താഴത്തേക്ക് ഒഴുകിപ്പോരും, കേക്ക് വെളി കാണാൻ തുടങ്ങും. ഈ കേക്കിനെ നമ്മൾ കുറച്ചു നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്തു നോക്കാം. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ക്ലാസ്സിലൊന്നും ആളുകൾക്ക് അറിയത്തില്ല. ഇതിപ്പോ നമ്മുടെ കേക്ക് ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 1:1 റേഷ്യോയിലുള്ള ഗനാഷ് ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്പൂണിലൊക്കെ ആക്കി കൊടുത്താൽ ശരിയാവില്ല, ഒരു വൃത്തിയായിട്ട് വരില്ല. ചെറുതായിട്ടൊന്ന് സിസേഴ്സ് വെച്ചിട്ട് ചെറുതായിട്ട് ഇതിന്റെ തുമ്പൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതാണ് ഡ്രിപ്പിംഗ് എഫക്ട് വരുമ്പോ കണ്ടോ,
അങ്ങോട്ട് ചെയ്യുമ്പോ എനിക്ക് കിട്ടണില്ല, അതുകൊണ്ടാണ് കേട്ടോ. ചെറുതായിട്ടൊന്നങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു തരാം. മുഴുവനായിട്ടും വീഴാതെ, അഥവാ വീണെങ്കിൽ വീണോട്ടെ, കുഴപ്പമില്ല. ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കാൻ ശ്രമിക്കാം. ചോക്ലേറ്റ് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ എന്നിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ, എല്ലാം ഇടയ്ക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ നല്ല സെറ്റായി കിട്ടും. ചിലപ്പോ ഇത്തിരി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇത് വീണാലും അതും ഒരു ഭംഗിയാണ്. അതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ പോയിന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട, അത് അങ്ങനെ ഇരുന്നോട്ടെ. അത് നല്ല ഭംഗിയാണ്. അതിനെ ഫുള്ളാക്കാൻ നിൽക്കണ്ട. മുഴുവനായി കിടക്കണേനേക്കാളും ഭംഗി ഒരു ഹാഫ് പോർഷൻ ഇങ്ങനെ ആയിട്ട് കിടക്കണം. ഇളം ചൂടോടെ തന്നെ ഇത് ഒഴിക്കുക. ഒത്തിരി ചൂടാവാനും പാടില്ല. ഇനി നമ്മള് റൈറ്റിംഗ് ചെയ്യാം അല്ലെ. റൈറ്റിംഗ് ചെയ്യുമ്പോ ബാക്കി കുറച്ച് ക്രീം ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ വൈറ്റ് ക്രീം ഇരിക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കോൺട്രാസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഡാർക്ക് ആയതായാലും ലൈറ്റ് കളർ കൊണ്ട് എഴുതുക. അങ്ങനെ കോൺട്രാസ്റ്റ് കളർ എപ്പോഴും യൂസ് ചെയ്യാം എഴുതാൻ. കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. ഒരു ഡ്രോപ്പ് എഴുതുമ്പോ ആ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് വെള്ളം ചേർത്ത് ലൂസ് ആക്കണം, അല്ലെങ്കിൽ എഴുതുമ്പോ ശരിക്കും കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. അതുകൊണ്ടാണേ ഒത്തിരി ഒഴിക്കണ്ട. ഒത്തിരി ഒഴിച്ചാൽ ചിലപ്പോൾ ലൂസ് ആയി പോവും. നമ്മളൊന്ന് നോക്കാം, നമുക്ക് അറിയാലോ, ഒരു ലെവൽ അറിയാലോ അതിന്റെ. ഒന്ന് എഴുതാൻ കിട്ടണ പാകത്തിനായിട്ട്
ഞാനൊരു കുറച്ച് എടുത്തിട്ടുണ്ട്, കറക്റ്റ് അളവൊന്നുമില്ല. ഒരു കണ്ടോ, ഒരു ചെറിയ ഹോളുള്ള നോസിൽ സെറ്റ് കാണിച്ചു തരണമെന്നുണ്ട്, കാണിച്ചു തന്നില്ല അല്ലെ. തരാട്ടോ. ഒരു ചെറിയ ഹോൾ, ഒറ്റ ഹോളേ ഉള്ളൂ. ആ ഹോളുള്ള ഒരു ചെറിയൊരു നോസിൽ ഇട്ടില്ലെങ്കിൽ ശരിക്കും എഴുതാൻ കിട്ടില്ല, തന്നെയും ഇത് വിട്ടുപോകും. ഇതൊന്ന് കേക്ക് സെറ്റ് ആയതിനു ശേഷം ഇതിൽ എഴുതാൻ പാടുള്ളൂ കേട്ടോ. അത്രയ്ക്ക് ശരിയായില്ല. എന്നാലും നമ്മളിങ്ങനെ ഒന്ന് എഴുതി നോക്കാം. വേറെ എന്തെങ്കിലും ഫ്ലവർ ഒക്കെ വെക്കാൻ, ഈ ബാക്കി വന്ന ക്രീം വെച്ചിട്ട് നമ്മൾ ഫ്ലവർ ഒക്കെ ഒന്ന് ചെയ്താൽ മതി. പിന്നെ വേണമെങ്കിൽ ഗോൾഡൻ ബീഡ്സ് ഇടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒത്തിരി ചെരിഞ്ഞു പോയി. പിന്നെ വേണ്ട, golden beads. Golden beads. ലോക്ക്ഡൌൺ ഒക്കെ കഴിയുമ്പോൾ സാധനങ്ങൾ കിട്ടാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ചെടുക്കാം.
സൈഡിൽ മുന്നിൽ കുറച്ച് ഡ്രിപ്പിംഗ് ഉള്ളതുകൊണ്ട് സൈഡിൽ ചെയ്തു പകുതി ചെയ്യാൻ പറ്റിയ ശരി എഴുതി വെച്ചിട്ട് നോക്കട്ടെ. സൈഡിൽ ഏതെങ്കിലും നോസിൽ വെച്ചിട്ട് ഏതെങ്കിലും ഡിസൈൻ ചെയ്യാം. എന്നതൊന്നുമില്ല. നമ്മൾ എഴുതിയ ക്രീം തന്നെയാണ് കേട്ടോ ഇത്. അതേ നോസിൽ സെയിം. ഇപ്പൊ നോസിൽ ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ച് പേടിക്കണ്ട. നമ്മുടെ ആ പ്ലാസ്റ്റിക് ബാഗ് ഇല്ലേ, അതിനെ തന്നെ ഓരോ ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തു നോക്കി. ഏതെങ്കിലുമൊക്കെ ഷേപ്പിൽ ചെയ്യുമ്പോ ഡിസൈൻ എന്തെങ്കിലുമൊക്കെ വരാതിരിക്കില്ല. നമ്മളിപ്പോ ലീഫിന്റെ എന്തെല്ലാം ചെയ്തില്ലേ, അതുപോലെ ആ ലീഫ് കൊണ്ട് തന്നെ വേണമെങ്കിൽ ഒരു ഫ്ലവർ, സൺഫ്ലവർ ഒക്കെ വരയ്ക്കാം. അപ്പൊ നോസിലില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. എന്നിട്ട് കുറച്ച് ക്രംസ്, നമ്മുടെ കേക്കിന്റെ തന്നെ ക്രംസ് നമ്മൾ റെഡ് വെൽവെറ്റിന് ഇട്ടില്ലേ, അതുപോലെ ഈ ബ്രൗൺ അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് തന്നെ കുറച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ അടുത്ത കേക്കും റെഡിയായി. ചോദിച്ചോളൂ. ഇത് വെച്ച് നമുക്ക് വേറെ ഗണേഷ് വെച്ചിട്ടൊക്കെ ചെയ്യാം. വൈറ്റ് വേണമെങ്കിൽ ചെയ്യാം, മാംഗോ വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ചെയ്യാം. ഈ ഫുൾ കവർ ചെയ്യാന്ന് പറഞ്ഞില്ലായിരുന്നോ? 1:2 റേഷ്യോയില് നമുക്ക് ഫുൾ കവർ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അതെന്താ ഉദ്ദേശിക്കുന്നത്? ഫുൾ കവർ സൈഡും കൂടെ കവർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു. ഇപ്പൊ ഡ്രിപ്പിംഗ് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തു എന്നുള്ളൂ. ഇതിപ്പോ ഡ്രിപ്പിംഗ് എഫക്ട് പറയും. സൈഡിൽ ഡ്രിപ്പ് ചെയ്യുന്ന പോലെ കുറച്ച് കൂടുതൽ മേലെ ഒഴിച്ച് കഴിഞ്ഞാൽ സൈഡിൽ ഫുള്ളായി. കഴിഞ്ഞ പ്രാവശ്യം ഗ്ലേസ് വെച്ച് ചെയ്തില്ലേ, അതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യും. ഇത് ഈ ഡ്രിപ്പിംഗ് എഫക്ട് കാണാൻ ഭംഗി ഹൈറ്റ് ഉള്ള കേക്കിന്. അപ്പൊ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ 1 kg കേക്കിന് ഇതിപ്പോ 8 ഇഞ്ച് പാനല്ലേ ചെയ്തത്. അപ്പൊ ഒരു 7 ഇഞ്ച് പാനില് നമ്മള് കേക്ക് ചെയ്യുമ്പോ കേക്കിന് ഹൈറ്റ് വരും. ഈ സെയിം റേഷ്യോ തന്നെ എടുത്താൽ മതിയോ? ഇതിൽ തന്നെ എടുത്താൽ 7 ഇഞ്ച് മതി. ഓക്കെ. അപ്പൊ എത്ര സമയം കൂടുതൽ വെക്കണോ? എന്തെങ്കിലും സമയം കൂടുതൽ വെക്കണോ? അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമ്മൾ 45 മിനിറ്റ്സ് അല്ലേ 8 ഇഞ്ച്? ഇല്ല, അതിന് ഹൈറ്റ് കൂടുതലുണ്ടാവും. ആ ബിന്നിന് ഹൈറ്റ് കൂടുതലുണ്ടാവും. അതല്ലേ വെച്ചത്, സമയം കൂടുതൽ വെക്കണമെന്ന് ബേക്ക് ചെയ്യുമ്പോ? അല്ലല്ല, വേണ്ട, സാധാരണ തന്നെ മതി. പിന്നെ ഓവൻ ടു ഓവൻ ബേസ് ചെയ്യും. സാധാരണ അതിൽ ആവശ്യമില്ല. എന്നും ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. സെയിം ഇതേ ഇതിൽ തന്നെ കിട്ടും. 45 മിനിറ്റ്സ് ചെയ്താൽ മതി. 7 ഇഞ്ച് പാനില്.
അതെ 7 ഇഞ്ച് 7 അപ്പം ഇഞ്ച് 2 ചിലർ kg സോറി എന്തോ ചിലർ 6 ഇഞ്ചിലും ചെയ്യും പറയാം ഹൈറ്റ് കൂട്ടാൻ വേണ്ടി. ഇപ്പൊ ഹൈറ്റ് കൂടിയ കേക്ക് ഒരു ട്രെൻഡാണ്. അതെ അപ്പൊ 6 ഇഞ്ചിലാവുമ്പോ നമ്മൾ 2 പ്രാവശ്യം ചെയ്യണം. എന്നിട്ട് ഹൈറ്റ് 2 പ്രാവശ്യം ബേക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ 2 പിന്ന് വെച്ച് ബേക്ക് ചെയ്തിട്ട് മേലേക്ക് മേലെ വെച്ചു കൊടുക്കുക. റെയിൻബോ കേക്ക് ഒക്കെ ചെയ്യില്ലേ? റെയിൻബോ കേക്ക് ഒക്കെ മാതിരി അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഒന്നും കാണിക്കില്ല? ചോക്ലേറ്റ് മോൾഡ് വേണമെങ്കിൽ നാളെ കാണിച്ചു തരാം. അത് സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല. അത് ചോക്ലേറ്റ് ഡെക്കറേഷൻ മോൾഡ് ഉണ്ട്. മോൾഡില് ചോക്ലേറ്റ് അല്ലെങ്കിൽ മറ്റേ ഇതുണ്ടല്ലോ ബട്ടർ പേപ്പറിൽ ചെയ്തെടുക്കാം. ബട്ടർ പേപ്പറിൽ നാളെ കാണിച്ചു തരാം കേട്ടോ. എന്നിനിപ്പോ സമയം കഴിഞ്ഞില്ല. അത് ഞാനിപ്പോ എന്റെ സ്റ്റാറ്റസ് മറ്റേ പ്രൊഫൈൽ പിക്ചർ ഇട്ടിരിക്കുന്നതില് വെറുതെ ബട്ടർ പേപ്പറിൽ നമ്മുടെ ഈ നൈഫ് ഇല്ലേ, പാലറ്റ് നൈഫ്, അത് വെച്ച് ഒന്നിങ്ങനെ വരച്ചെടുത്തതാണ്. പലതരം ഡെക്കറേഷൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഒരു OHP ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടും, ടീച്ചർമാർക്ക് അറിയായിരിക്കും. OHP ഷീറ്റ് നമ്മള് പ്രൊജക്ടറിലൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് OHP ഷീറ്റില് ഡിസൈൻ ചെയ്തെടുക്കാം, സുഖമായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പൊ അതാണ് നമ്മുടെ ഈ ബേക്കറിയിലൊക്കെ കാണില്ല, ഇങ്ങനെ റൗണ്ടിൽ വളഞ്ഞിട്ടൊക്കെ ചോക്ലേറ്റ് ഇരിക്കണത്. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ഏതെങ്കിലും ഒരു പ്ലേറ്റിലൊക്കെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് ആ സെക്കൻഡിൽ വെച്ചാൽ മതി. അപ്പൊ അത് നല്ലോണം നല്ല ഷേപ്പിൽ കിട്ടും. പല പല ഷേപ്പിൽ അങ്ങനെ നമുക്ക് എടുക്കാം. ചുമ്മാ കർവ് ഇതൊന്ന് വളച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പല പല ഡിസൈനിൽ എടുക്കാൻ പറ്റും. ഒരു 2 മിനിറ്റ് ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് തന്നെ ഇങ്ങ് വിട്ടു പോരും ചെയ്തോളും. പിന്നെ ഫോണ്ടന്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ഫോണ്ടന്റ് ഡെക്കറേഷൻ കാണിക്കാന്ന് പറഞ്ഞായിരുന്നല്ലോ. ഫോണ്ടന്റിന്റെ അത് ഇന്നിപ്പോ ആകെപ്പാടെ ഒരു വൃത്തികേടായി. ഇന്ന് വേണ്ട. ഫോണ്ടന്റിന്റെ കട്ടേഴ്സ് കാണിച്ചു തരാം. ചെറിയ അതൊക്കെ വലിയ ടെഡി അതൊക്കെ കാണിക്കണമെങ്കിൽ പ്രൊസീജിയർ കൂടുതലാണ്. ടെഡിയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ചെറിയ രീതിയിലൊന്നും ചെയ്താൽ പോരാ, അത് ഭയങ്കര പ്രൊസീജിയർ ഒക്കെ ഉള്ളതാണ്. അതിന് സെപ്പറേറ്റ് ക്ലാസ് വേണം. കാരണം ഒരുപാട് അത് എന്താ പറയാ നീഡിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. 8 മണി കഴിഞ്ഞു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ വേറെ?